പുള്ളി ഇങ്ങനെ വരുന്ന സമയത്ത് ഞാൻ നവാസ്കായായിട്ട് നിന്ന് ഉന്തും ബഹളവും പിണക്കുമാണ്. അപ്പോൾ പുള്ളി വൈഫായിട്ട് ഇങ്ങനെ വന്ന സമയത്ത് ഞാൻ നവാസ്കായിട്ട് ഉടക്കണ സീനാണ് കാണുന്നത്. അയ്യോ അങ്ങനെയൊക്കെ പറയില്ല, നമ്മൾ മമ്മൂക്കായൊക്കെ എവിടെ കിടക്കണം. ചില സമയത്ത് ഒന്നും വേണ്ട, ഇനി പുറകെ പോകണ്ട എന്ന് വിചാരിക്കും. പിന്നെ തന്നൊക്കെ പൊങ്കി വരും. കൊക്കര കോഴിക്കുഞ്ഞേ ചക്കരമാവിലെ തത്തപ്പെണ്ണേ. MC ഡിജിറ്റലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി ഒരുപാട് വർഷത്തിന് ശേഷം കലാഭവൻ നവാസുക്കയും ഭാര്യ രഹനയും ഒരുമിച്ച് അഭിനയിച്ച ഇപ്പോൾ പുതിയ ചിത്രം ഈഴ എന്ന സിനിമയുടെ ഡയറക്ടറായ സിറാജ് റസയാണ് നമ്മുടെ ഗസ്റ്റായിട്ട് എത്തിയിരിക്കുന്നത്. സ്വാഗതം ചെയ്യാം. നമസ്കാരം. പുതിയ വിശേഷങ്ങൾ. എനിക്ക് ഇപ്പം ഈഴ എന്നുള്ള പടം ഓടിക്കൊണ്ടിരിക്കുകയാണ്. സന്തോഷമുണ്ട്, അതിൻ്റെ കൂടെ തന്നെ അതിനുപരി വലിയൊരു സങ്കടവും തന്ന സിനിമയാണ്. വല്ലാത്തൊരു അവസ്ഥയിലൂടെ ആയിരിക്കും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവല്ലേ? ഉറപ്പായിട്ടും അല്ല. കാരണം നമ്മുടെ ഒരു കുടുംബത്തിൽ സംഭവിച്ചാൽ അത് എത്രമാത്രം ഫീൽ ചെയ്യും. പക്ഷേ ഇത് നമ്മുടെ കുടുംബത്തിൽ പോലുമില്ല. കാരണം ഓൾമോസ്റ്റ് കേരളത്തിൽ തന്നെ എല്ലാവരും, പിന്നെ എനിക്കൊന്ന് കലാഭവൻ നവാസ്ക മരിച്ചതിന് ശേഷമാണ് നവാസ്കക്ക് ഇത്രയും ഒരു ഓഡിയൻസ് ഉണ്ടെന്നും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആളുകളെന്ന് മനസ്സിലായത്. കലാഭവൻ മണി ചേട്ടൻ മരിച്ച അതേപോലത്തെ ഒരു തരംഗമാണ് ശരിക്കും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആൾക്കാരുടെ ആ ഒരു ഫീല് എല്ലാ കമൻസിലും നമുക്ക് കാണാൻ പറ്റും. അത് മാത്രമല്ല, പെട്ടെന്ന് ഒരു ഷോക്ക് അടിച്ച പോലെ ഇത് ഞാൻ ഫസ്റ്റ് ഈ വാർത്ത എനിക്കിങ്ങനെ നമ്മുടെ ഞങ്ങളുടെ ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടായിരുന്നു സഹിച്ചേട്ടൻ, പുള്ളിയാണ് ഫസ്റ്റ് ഇതെനിക്ക് അയച്ചു തന്നെ. അപ്പോൾ ആ സ്പോട്ടിൽ തന്നെ എനിക്ക് എൻ്റെ സിനിമയുടെ പ്രൊഡ്യൂസർ എന്നെ വിളിച്ചിരുന്നു. ഞാൻ പറഞ്ഞത് ഫേക്ക് ആയിരിക്കും, കാരണം ഇത് ഒരുപാട് ഫേക്ക് മരിക്കാനുള്ളൊരു കാരണമോ അല്ലെങ്കിൽ നമ്മൾ കാരണം അതിൻ്റെ തലേന്നുകൂടി ഞങ്ങൾ സംസാരിച്ച ആൾക്കാർ യാതൊരു ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് അടുത്ത് ഇടപഴകിയതായി ഈ സിനിമയിൽ കൂടെ, ഫാമിലി ആയിട്ടും പുള്ളിയായിട്ടും. അപ്പോൾ അങ്ങനെ പെട്ടെന്നൊരു വാർത്ത കേട്ടപ്പോൾ ഒരു നമുക്ക് ചിന്തിക്കാൻ പോലും താങ്ങാവുന്നതിനപ്പുറമാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മരണം ഒരു യാഥാർത്ഥ്യമാണല്ലോ, പിന്നെ ഉൾക്കൊള്ളേണ്ടി വന്നു. എൻ്റെ ഒരു ശരിക്കും പറഞ്ഞാൽ നമ്മളിന്നത് ഇപ്പോഴും നമ്മളത് റിക്കവർ ആയിട്ടില്ല എന്ന് വേണ്ടി പറയാം. എനിക്കൊരു ഒരുപാട് വർഷത്തിന് ശേഷമാണ് രണ്ടുപേരും ഒന്നിച്ച് അഭിനയിച്ച ഈ പടം. അത് തിയേറ്ററിൽ പോകുമ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷമായിരുന്നു. കാരണം ഈ രണ്ടുപേരും എന്താ പറയുക, അഭിനയത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരാൾ മുന്നിൽ എന്ന് പറഞ്ഞ പോലെയാണ് അഭിനയിക്കുന്നത്. ഇപ്പോൾ ആ പടം വീണ്ടും നമ്മൾ യൂട്യൂബിൽ റിലീസ് ചെയ്തപ്പം ആ സന്തോഷമല്ല ഇപ്പം നമുക്ക് ആ പടം കാണുമ്പോൾ. സന്തോഷമുണ്ട്, അതിൻ്റെ ഒപ്പം തന്നെ ഇതൊരു നവാസ്കയുടെ ഒരു വിയോഗമാണ് നമ്മൾ ദുഃഖത്തിലേക്ക് ആഴ്ത്തുന്നത്. കാരണം സന്തോഷത്തിലാണ് ശരിക്കും ആ സിനിമ വർക്കായത്. കാരണം നവാസ്കാക്കും രഹനാക്കും ഒരു നല്ല സ്ക്രിപ്റ്റ് വന്നു കഴിഞ്ഞാൽ ഒരുമിച്ച് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഒരു നിയോഗം പോലെ ഞാനൊരു സൈഡിലിരുന്ന് സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ നവാസ്കായും ഞാനും തമ്മിൽ ഞങ്ങളൊരു 3 കിലോമീറ്റർ ഡിഫറൻസേ ഉള്ളൂ. പക്ഷേ ഞങ്ങൾ പേഴ്സണലി അറിയില്ല. നവാസ്കാനെ എനിക്കറിയാം, പക്ഷേ പുള്ളിക്ക് എന്നെ അറിയില്ല. കാരണം നമ്മളങ്ങനെ ഇതിനു മുമ്പ് അങ്ങനെ കലാമേഖലയോട് ഇഷ്ടവും എൻ്റെ പാഷനൊക്കെ ഉണ്ടെങ്കിൽ പോലും അങ്ങോട്ട് എത്തിപ്പെടുക എന്നുള്ളൊരു സ്ഥലമുണ്ടല്ലോ. അപ്പോൾ എത്തിപ്പെട്ടത് ഇക്കാടെ അടുത്ത് വരുമ്പോഴാണ്. അപ്പോൾ ഇത്രയും ദൂരത്ത് നിൽക്കുകയാണെങ്കിൽ പോലും ഞങ്ങൾക്ക് അങ്ങനെ പരിചയം ഉണ്ടായില്ല. അങ്ങനെ ഞാൻ ഇതിൻ്റെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പല ആളുകളും നമുക്ക് വർക്കാവുമെന്ന് മനസ്സിലായി. പക്ഷേ ഇവർ രണ്ടൊരു അഭിനയിക്കുന്ന ഒരു ഭാര്യ ഭർത്താക്കന്മാർ ഇതിനകത്ത് അഭിനയിച്ചാൽ കുറച്ച് ഇവർക്ക് മിങ്കിളായിട്ട് അഭിനയിക്കാൻ പറ്റും എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അങ്ങനെയാണ് നവാസൊക്കെ. പക്ഷേ എനിക്കൊന്ന് 50ഓളം സിനിമകൾ താഴെ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഒരു നല്ല വേഷം പുള്ളി ഇതുവരെ ചെയ്യണേ കണ്ടിട്ടില്ല. എന്നാൽ പുള്ളി നല്ല കഴിവുള്ളൊരു കലാകാരനാണ്, അതെനിക്ക് മനസ്സിലായിരുന്നു. രഹനായും അങ്ങനെ തന്നെയാണ്. കാരണം എൻ്റെ ഒരു ചെറുപ്പത്തിൽ നമ്മുടെയൊക്കെ കാരണം രഹനായും നമ്മുടെയൊക്കെ ആ ഒരു ചെറുപ്പം നമ്മൾ ഈ സിനിമകൾ കാണുമ്പോൾ ഒരു പക്ഷേ അന്നത്തെ ഒരു നസ്രിയ ഫഹദാണെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം മീഡിയ ഒക്കെ എത്ര ഉള്ളതുകൊണ്ടാണ്. പക്ഷെ അന്നത്തെ കാലത്ത് രഹന അങ്ങനെ കത്തിക്കെതിരെ വരുന്ന സമയത്താണ് പിന്നെ അവർ അതെ ഇവരുടെ ഒരു പ്രണയവും അല്ലെങ്കിൽ പിന്നെ അവർ കല്യാണത്തിൽ നിന്ന് പിന്നെ കുടുംബത്തിലേക്ക് മാറിപ്പോയത്. പക്ഷെ ഇപ്പം ഇങ്ങനെ കഥയൊക്കെ എഴുതി കഴിഞ്ഞപ്പോൾ നവാസ്കായും രഹനായും കൂടി, അപ്പം രഹനായും നല്ലൊരു ആക്ട്രസ് അല്ലോ. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഇത് അഭിനയിച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വർക്കാവും എന്നുള്ള കാര്യം ഞാനും എൻ്റെ സിനിമയുടെ ഈ പ്രൊജക്ട് ഡിസൈനർ ബിഷാദും കൂടി ഞങ്ങൾ ചർച്ച ചെയ്തു. അങ്ങനെ ഞാൻ പുള്ളീനെ വിളിക്കായിരുന്നു.
പുള്ളീനെ വിളിക്കാൻ അപ്പോൾ എൻ്റെ നമ്പറില്ല. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, എൻ്റെ കൂടെ പഠിച്ച ലിൻസ് എന്നാണ് അവൻ്റെ പേര്. അവൻ ഇറ്റലിയിലാണ്. ഞാൻ അവനെ വിളിച്ചു. അപ്പോൾ അവൻ്റെ നെയ്ബറാണ് നവാസ്ക. അപ്പോൾ പുള്ളീനെ വിളിച്ചപ്പോൾ ലിൻസൻ പറഞ്ഞു, എടാ ഒരു കുഴപ്പമില്ല, പുള്ളി വളരെ നല്ല മനുഷ്യനാണ്, നീ വിളിച്ചോ എന്ന് പറഞ്ഞ നമ്പർ തന്നു. ഞാനങ്ങനെ നവാസ്ഖാനെ വിളിക്കുകയാണ്. നവാസ്ഖാനെ ഫസ്റ്റ് തന്നെ വിളിച്ചപ്പോൾ പുള്ളി ഒമാനിൽ പുറത്ത് എന്തോ ഷോ പരിപാടിക്കാണ്. അത് ഞാൻ വാട്സപ്പ് കോളാണ് ചെയ്തത്. അപ്പോൾ പുള്ളി പറഞ്ഞു, എടാ ക്യാരക്ടർ, ഞാൻ ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ഉണ്ട്, ഇക്കായാണ് അതിന് മെയിൻ ലീഡ്, ഒന്ന് നമുക്ക് സംസാരിക്കണം. എടാ മെയിൻ ലീഡൊന്നും ചെയ്യാൻ ഞാനില്ലടാ, നീ എന്തെങ്കിലും ഒരു ചെറിയ ക്യാരക്ടർ റോൾ ഉണ്ടെങ്കിൽ തന്നാൽ മതി. അധികം ക്യാരക്ടർ റോളാണ്. അതെ 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 അതെ. അപ്പോൾ പുള്ളി ഞാൻ മെയിൻ ലീഡ് ചെയ്യാൻ, ഞാൻ പറഞ്ഞു ആദ്യം ഒന്ന് കഥ കേൾക്ക്, അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് സംസാരിക്കാൻ തോന്നും. അങ്ങനെയാണെങ്കിൽ നീ ഒരു പണി 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വരും, അപ്പോൾ നീ വാ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പുള്ളി വരാൻ വേണ്ടി കാത്തു നിന്നു. ഞാനും ബിൻഷാദും കൂടിയാണ് പോയത്. ഞങ്ങൾ വീട്ടിൽ ചെന്ന് പുള്ളിയുടെ സ്ക്രിപ്റ്റ് കൊടുത്തു. പുള്ളി ഞാനൊന്ന് വായിക്കട്ടെ, വായിച്ച് കഴിഞ്ഞിട്ട് പറയാമെന്ന് പറഞ്ഞു. പോരാൻ നേരത്ത് ഞാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞു, എനിക്കൊരു ആഗ്രഹമുണ്ട്, ഇക്കത് എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ല, കാരണം വൈഫാണല്ലോ. അപ്പോൾ പിന്നെ പുള്ളിക്കാരത്തി വീട്ടിലില്ല, നിലവിൽ ഗ്യാപ്പ് എടുത്തേക്കാണ്, തിരിച്ചു വരുമോ എന്നുള്ളത് എനിക്കറിയില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒന്നും പറയരുത്, ഇഷ്ടപ്പെടാത്തതാണെങ്കിൽ ഒന്ന് ക്ഷമിക്കണോട്ടോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു, റിക്വസ്റ്റ് എല്ലാം പറഞ്ഞു. രഹനായും കായും കൂടി ഒരുമിച്ച് അഭിനയിക്കുകയാണെങ്കിൽ ഇത് കുറച്ചുകൂടി വർക്കാവും, അത് മാത്രം കൗതുകം ഉണ്ടാവും പ്രേക്ഷകർക്ക് വെക്കാവുന്ന. അത് നോക്കട്ടെ സാർ, ഞാനത് നോക്കിയിട്ട് പറയാം, നീ പോയിക്കോന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞ് സ്ക്രിപ്റ്റൊക്കെ വായിച്ചു. സ്ക്രിപ്റ്റൊക്കെ വായിച്ചതിന് ശേഷം നവാസ്ഖാനെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഇത് കണ്ടൻറ്റ് കൊള്ളാം, ഇത് ഞങ്ങൾ ഒരുമിച്ച് ചെയ്യാം എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, കാരണം ഒരിക്കലും രഹന അതിനകത്ത് വരും എന്നുള്ളത് എനിക്ക് ഒരു വിശ്വാസം, ഞാനത് ജസ്റ്റ് പറഞ്ഞു നോക്കിയതാണ്. പിന്നെ ഞങ്ങൾക്ക് ഉള്ളതുകൊണ്ടാണ് രഹന അത് അക്സെപ്റ്റ് ചെയ്തത്. അതെ അതെ അതെ. അപ്പോൾ കാരണം അവർക്ക് അത് ഒരുമിച്ച് അഭിനയിക്കാം. പിന്നെ അതിനകത്ത് ആ സീനുകളും ആ കണ്ടന്റൊക്കെ ഭയങ്കര പ്രധാനപ്പെട്ടിരുന്നു. ഇപ്പോൾ സിനിമ യൂട്യൂബിലുണ്ട്, എല്ലാവരും കാണുമ്പോൾ ആ സിനിമ കാണുമ്പോൾ മനസ്സിലാവും, കാരണം അത് എന്തുകൊണ്ടാണ് അവരത് പേരായിട്ട് ഞാൻ ഉദ്ദേശിച്ചതെന്നുള്ളത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ഇപ്പം സിനിമ കാണുമ്പോൾ തന്നെ വർഷങ്ങൾക്ക് ശേഷം നവാസ്ക ഇങ്ങനെ വീട്ടിൽ വരുമ്പോൾ രഹനയുടെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, എനിക്ക് ഒറ്റയ്ക്ക് ജീവിച്ച് മതിയായിക്കാന്നുള്ളത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു അറം പറ്റിയ പോലെയുള്ളൊരു അല്ലേ, സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ വിചാരിച്ചിരുന്നു ഇങ്ങനെ ഒരു സന്ദർഭത്തിലൂടെ പോകുന്നുള്ളത്. ഇന്നിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ സിനിമയുടെ പല ഭാഗങ്ങളും അത് കാണുമ്പോൾ ഭയങ്കര ഫീൽ ചെയ്യാറുണ്ട്. എനിക്ക് എൻ്റെ നെഞ്ചിൽ തന്നെ കൊളുത്തി വരിക്കേണ്ടത്. സത്യത്തിൽ ഈ ഷൗക്കത്ത് എന്ന് പറഞ്ഞ കഥാപാത്രം ഏകദേശം ഞാൻ തന്നെയാണ്. കാരണം ഞാൻ തന്നെയാണ് ശരിക്കും ഞാനും പറഞ്ഞില്ലേ ഈ സിനിമയുടെ എഡിറ്ററും പ്രൊജക്ട് ഡിസൈൻ. അപ്പോൾ ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ ചർച്ചകളും ഇങ്ങനെ സിനിമയുടെ ഓരോ സബ്ജക്റ്റുകളും. അപ്പോൾ ഈ സിനിമ ഞാൻ തന്നെ അഭിമുഖം പറഞ്ഞ് നീ തന്നെ നായകനായാൽ മതി, അപ്പോൾ നമുക്കിത് ചെറിയൊരു ബഡ്ജറ്റിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു അത് വേണ്ട, നമുക്കൊരു സിനിമ എന്തായാലും ചെയ്യണം, അപ്പോൾ നമുക്ക് ഒരു കൗതുകമുള്ളൊരു കാര്യം ചെയ്യാം, അതൊരു അത്യാവശ്യം ജനങ്ങളിലേക്ക് എത്തണ്ടേ നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ അതിൽ നിന്ന് മാറിയിട്ട് നവാസ്ഖയിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ പറഞ്ഞു വന്നത്, ഈ ഇത്തരം ഡയലോഗുകൾ എഴുതിയത് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നും എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് ഞാൻ അതിനകത്ത് എഴുതി വെച്ചേക്കുന്നത്. ഇപ്പോൾ ഈ പറയുന്ന ഡയലോഗ്, ഞാൻ ഒരു പ്രവാസിയായിരുന്നു, ഒരു 10-16 വർഷത്തോളം ഗൾഫിലായിരുന്നു. അപ്പോൾ ഞാൻ നാട്ടിൽ വരുമ്പോൾ എൻ്റെ ഭാര്യ പലപ്പോഴും ഈ പറഞ്ഞൊരു വാക്കാണത്, എനിക്കിങ്ങനെ ഒറ്റയ്ക്ക് ജീവിച്ചും മതിയായി, എത്ര കാലമായി എന്നെ കെട്ടിപ്പിടിച്ചിങ്ങനെ കരയും. അപ്പോൾ അവരുടെ നമുക്ക് ആ സമയത്ത് ഭയങ്കര, കാരണം ഞാനൊരു ഫാമിലി മാനാണ്, കാരണം മക്കളെയും കുട്ടികളൊക്കെ പിന്നെ മാസകാലം പോലെ തന്നെ കൊണ്ടുനടക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ടച്ച്. അപ്പോൾ ഞാൻ സ്ക്രിപ്റ്റിൽ ആ വാക്ക് ഉൾപ്പെടുത്തി. പക്ഷെ ഇന്ന് സത്യത്തിൽ അത് അവർക്ക് വേണ്ടി എഴുതപ്പെട്ടു പോയതാണോ, ചിലപ്പോൾ ഒരു നിയോഗമാവാം. കാരണം ഇതിനകത്ത് ഓരോ ഡയലോഗുകളും ഓരോ വാക്കുകളും ഞാനിപ്പോൾ ബിൻഷായിട്ട് ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വീട്ടിലൊക്കെ ഞാൻ അങ്ങനെ പറയും, എൻ്റെ ഓരോ ഡയലോഗുകളും ഇക്കാക്ക് വേണ്ടി എഴുതി വെച്ച പോലെ ഇപ്പോൾ തോന്നാണ്. പല ആൾക്കാരും ഇപ്പോൾ യൂട്യൂബിൽ കമൻറ്റ് പോലും അങ്ങനെയാണ്. അല്ല, വളരെ വിഷമത്തോടു കൂടിയാണ് എല്ലാവരും ആ സിനിമ ഇപ്പോൾ കാണുന്നത്. അതെ അതെ, ആ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. അപ്പം നവാസ്ക അത് കാണാനില്ലല്ലോ എന്നാണ് എല്ലാവരും നോക്കുക. സത്യം നവാസ്ക ഈ സിനിമ കാണാൻ നവാസ്ക ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു. ഒരുപാട് തിയേറ്ററിലൊക്കെ റിലീസായതാണ്. ഫെബ്രുവരി 7-ാം തീയതി റിലീസായതായിരുന്നു സിനിമ. നവാസ്കായും ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാറുണ്ട്, എടാ നമുക്ക് ഇനി ഇത് വച്ചുകൊണ്ടിരിക്കണ്ട, കാരണം നിനക്കും ആസ് എ ഡയറക്ടർ എന്നുള്ള രീതിയിൽ നിനക്കും എനിക്കൊക്കെ അതൊരു കാരണം ഈ ആളുകൾ കണ്ടാലുള്ളൂ. കാരണം തിയേറ്ററിൽ ഇപ്പോൾ എല്ലാവരും കാണണമെന്നില്ലല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ OTT പ്ലാറ്റ്ഫോമോ അല്ലെങ്കിൽ വേറെ ഒരു സോഷ്യൽ മീഡിയ ഇതിനകത്ത് വന്നാലാണ് ഇത് കാണുള്ളൂ. അപ്പോൾ ഞങ്ങളങ്ങനെ യൂട്യൂബിൽ ഇത് റിലീസ് ചെയ്യാൻ വേണ്ടി അതിൽ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ ആ ആഴ്ചകൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു.
പക്ഷെ പെട്ടെന്നാണ് ഒരു സുപ്രഭാതത്തിൽ നമ്മൾ ഇടുത്തിയ പോലെ നവാസ്കാരുടെ ഒരു വിയോഗം നമ്മൾ അറിയണത്. ഇപ്പൊ പ്രവാസി ആയതുകൊണ്ട് തന്നെ കൂടുതലും റിലേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ ഈ സിനിമ, പ്രവാസികൾക്കാണെങ്കിലും കൂടിയിട്ട്. ഇപ്പോൾ അല്ല, ഇതിനകത്ത് ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. നിസ്സഹായരായിട്ട് തന്നെ പ്രവാസി, അതായത് അവൻ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അവൻ ബുദ്ധിമുട്ടുന്ന എല്ലാ കാര്യങ്ങളിലൂടെയാണ്. ഒരു പച്ചയായ കഥയാണ് അതിൽ കൂടെ, ഒരു കൊച്ചു ചിത്രമാണ്. പക്ഷെ ഒരുപാട് നമ്മൾ ആ കഥകളിൽ കൂടെ ആ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് ചുറ്റും ഇതുപോലുള്ള ഓരോ കഥാപാത്രങ്ങൾ ജീവിക്കുന്നുണ്ട്, നമ്മുടെ വീട്ടിലുണ്ടാവാം. അതൊക്കെയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. ഈ ഈഴ എന്ന് പറയണ ഈഴ എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് അതിൻ്റെ ടൈറ്റിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതൊരു ഇങ്ങനെ കയറൊക്കെ പിരിഞ്ഞിങ്ങനെ കിടക്കുന്നത്. ശരിക്കും ഒരു ചരട് എന്നുള്ളൊരു സാധനമാണ് നമ്മൾ അതിനകത്ത് ഉദ്ദേശിച്ചത്. ദ്വയാർത്ഥമുണ്ട്, ചരട് മാത്രമല്ല. കാരണം ഒരുപാട് ഇഴകൾ കൂടിയതാണ് കുടുംബം. അപ്പോൾ അതിന് നാനാർത്ഥങ്ങളുണ്ട് ആ ടൈറ്റിലിന്. ഒരു കുടുംബമാകുമ്പോൾ അവിടെ പ്രശ്നങ്ങളും ഉണ്ട്, സന്തോഷമുണ്ട്, ദുഃഖങ്ങളുണ്ട്, എല്ലാം ഇഴ ചേർന്ന്. അതെ 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 അതെ, അതാണ് ആ ഒരു അങ്ങനെ ഒരുപാട് അർത്ഥങ്ങൾ കൂടി അങ്ങനെ ആലോചിച്ചിട്ടാണ്, അതുകൊണ്ടാണ് ആ ടൈറ്റിൽ അങ്ങനെ വന്നത്. അതേപോലെ ഈ സിറാജ് റസ എന്ന് പറയണത് ഈ സിറാജ് എന്നാണ് എൻ്റെ പേര്. എൻ്റെ ആദ്യം സിറാജ് മുണ്ടേത്തുന്നായിരുന്നു എൻ്റെ വീട്ടുപേര് തന്നെയായിരുന്നു ആഡ് ചെയ്തത്. അപ്പം ഞാൻ ഇതിനു മുമ്പ് ഒരു സിനിമക്ക് മ്യൂസിക് ചെയ്തിരുന്നു. ഞാൻ ലിറിക്സും മ്യൂസിക്കും കൂടി ചെയ്തായിരുന്നു. അപ്പോൾ അത് അത് കച്ചി എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസ് OTTക്ക് വേണ്ടി ചെയ്തൊരു സിനിമ. അത് ബിൻഷാദാണ് ഡയറക്റ്റ് ചെയ്തത്. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ മ്യൂസിക് ഡയറക്ടറായിട്ട് എന്നെ ഞാൻ 2-3 പാട്ടുകൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇക്കടെ പേര് ഒരു മെനയില്ല, ആ പേരിന് ഒരു റിച്ച്നെസ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ പല വാക്കുകളും പല ഇഷ്ടപ്പെട്ട വാക്കുകൾ പലരും ഇട്ടിട്ടുണ്ട്. ഒരു വെറൈറ്റി വേണമല്ലോ എന്ന് അങ്ങനെ ആലോചിച്ചാണ്. പിന്നെ ഒരു കൂട്ടുകാരിയുണ്ട്, അവൾ അത്യാവശ്യം എഴുതൊക്കെ ചെയ്യണതാണ്, നസീന ഹാറൂൺ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ അവളെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ നെയ്ബറാണ്, കസിനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഒരു പേരിൻ്റെ ഒരു വാല് വേണം, അപ്പോൾ നീ ഒന്ന് നോക്കാമോ? അങ്ങനെയാണ് അവളാണ് എനിക്ക് റസ എന്ന് പറഞ്ഞത്. അതൊരു ശരിക്കും ഒരു ഇറാനിയൻ ഒരു കവിയുടെ പേരാണത്. അപ്പോൾ സിറാജ് റസ എന്നൊരു പേര് വന്നത്. ആദ്യം ചെയ്ത ഷോർട്ട് ഫിലിംസ് ആണോ? അതെ അതെ, ഞാൻ ആൽബങ്ങളും ഷോർട്ട് ഫിലിമും ഒക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഡയറക്ടർ ആവുക എന്നുള്ളതും സത്യത്തിൽ അങ്ങനെ നമ്മൾ ചിന്തിച്ചിട്ടില്ല. കാരണം എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്നുള്ളത് ഒരു നടനാവുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഈ സിനിമ തന്നെ ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. പക്ഷെ നടനാവുക എന്നുള്ളത് ഇങ്ങനെ നീണ്ടു പോകണുണ്ടു. അങ്ങനെ ഞാൻ ഈ പറഞ്ഞൊരു ബിൻഷാദായിട്ട് ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോൾ അവൻ പറഞ്ഞു, ഇക്കൊക്കെ ഡയറക്റ്റ് ചെയ്യാൻ പറ്റും സിനിമ, ഒരു പടം ഡയറക്റ്റ് ചെയ്യും. കാരണം കുറേ കാര്യങ്ങൾ അതിനകത്ത് ഉള്ളതുകൊണ്ട് ഒക്കെ തന്നെ ചെയ്താൽ മതി. അങ്ങനെയാണ് ഞാൻ ശരിക്കും നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയെന്ന് പറഞ്ഞാൽ അവനാണ് ശരിക്കും ഡയറക്ടർ എന്നുള്ള ഇതിലേക്ക് കൊടുക്കുന്നത്. കാരണം ആ ഒരു മൈൻഡ് എനിക്ക് ഉണ്ടായിരുന്നില്ല. കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങനെ ചെയ്യും, പല പാട്ടുകളും ആൽബവും ഒക്കെ അങ്ങനെ ഡയറക്റ്റ് ചെയ്തെങ്കിലും സിനിമ ഡയറക്റ്റ് ചെയ്യണമെന്നുള്ളൊരു അതിയായൊരു മോഹമൊന്നും എനിക്ക് ഉണ്ടായില്ല. അതെ, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അന്നും ഇന്നും ഒരു നടനാവുക എന്നുള്ളതാണ് ഒരു ഏറ്റവും വലിയ ആഗ്രഹം. പിന്നെ ഇപ്പം ചിലപ്പോൾ നമ്മൾ പോണത് വേറെ റൂട്ടിലേക്കായിരിക്കും. അപ്പം നമ്മളിപ്പോൾ അതുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാ സിനിമാ മേഖലകൾ തന്നെയാണ്. അതെ അതെ അതെ, ഡയറക്ടർ അത് മോശമുള്ള കാര്യമല്ലല്ലോ. ഇനിയിപ്പോൾ എൻ്റെ ഒരു രീതി അങ്ങനെയാണെങ്കിൽ ഞാൻ ഡയറക്ഷനിലൂടെ തന്നെ നമുക്ക് കഥാപാത്രങ്ങൾ നല്ലത് കിട്ടി അതും നമുക്ക് അതെ അതെ തീർച്ചയായിട്ടും. ഷോർട്ട് ഫിലിംസ് ആയിരുന്നു തോന്നുന്നു എനിക്ക് ആദ്യം രഹനയ്ക്കൊക്കെ അയച്ചു കൊടുത്തത്. അതാണ് അതെ, എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ നവാസ് ഖാൻ എന്ന് പറഞ്ഞാൽ ഞാൻ കോൾ ചെയ്ത സമയത്ത് നവാസ് ഖാൻ പറഞ്ഞു, എടാ നിനക്ക് സിനിമ ചെയ്യാൻ അറിയാമോ എന്ന് ചോദിച്ചു. എന്താണ് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്? കാരണം എൻ്റെ പേര് എങ്ങും കേട്ടിട്ടില്ല, ഞാൻ ഒരാൾക്കും അസിസ്റ്റ് ചെയ്തിട്ടില്ല, ഞാനങ്ങനെ സിനിമ ഫീൽഡിലുള്ള ഒരാളല്ല. എന്നാൽ സിനിമ ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ഇതിൻ്റെയൊക്കെ കുറിച്ച് അന്വേഷിക്കുകയും ഓരോന്ന് കാണുകയും പഠിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. നമുക്കിതൊരു പാഷനാണ്. പക്ഷെ കുടുംബം ബാലൻസ് ചെയ്ത് പോകുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് പ്രൊഫഷനിലേക്ക് ഇറങ്ങും. കാരണം മക്കളും ഇവരൊക്കെ പട്ടിണിയാവരുത്. കുടുംബം ബാലൻസ് ചെയ്തിട്ടുള്ള കളിയാണ് ഞാൻ കളിക്കാറുള്ളൂ എപ്പോഴും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാൻ മറന്നുപോയി. കാരണം എന്ന് പറഞ്ഞാൽ നവാസ് ഖാനെ ഞാൻ ഫസ്റ്റ് ഇങ്ങനെ വിളിക്കുന്ന സമയത്ത് നിനക്ക് സിനിമ ചെയ്യാനായിട്ട് അറിയാമെന്ന് ഇപ്പം എനിക്ക് എങ്ങനെ അറിയാം, കാരണം എൻ്റെ പേരങ്ങനെയൊന്നും എവിടെയും കണ്ടിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞു, നവാസ് ഖാൻ ഞാനൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്, ദൂരം എന്നാണ് യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. അപ്പം ഞാനത് അയച്ചു കൊടുത്തു നവാസ് ഖാക്ക്. അങ്ങനെ പുള്ളി അത് കണ്ട് കുറച്ച് 2-3 മണിക്കൂർ അങ്ങനെ വീട്ടിലേക്ക് വന്നോ വേണ്ടതെന്ന് അറിയാൻ ആദ്യം അത് കാണണമല്ലോ. കാരണം വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നോ പറയാൻ ചില ബുദ്ധിമുട്ടുകളുള്ള കാര്യം കൊണ്ട് പുള്ളി അതൊന്ന് കൺഫേം ചെയ്തു പുള്ളി. അങ്ങനെ ഷോർട്ട് ഫിലിം കണ്ടു കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, നിനക്ക് സിനിമ ചെയ്യാൻ അറിയാമെന്ന് എനിക്ക് മനസ്സിലായി. ഷോർട്ട് ഫിലിം ഇഷ്ടമായി. കാരണം ഒരു 5 മിനിറ്റേ ഉള്ളൂ. ശബ്ദങ്ങളും കുറവായിരുന്നു. അതെ അതെ, സംസാരം കുറവാണ്. കാരണം അതിൻ്റെ ഇതിൽ കൂടെയാണ്, ആ ഒരു കണ്ടന്റിൽ കൂടെയാണ് അത് മേക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ നന്നായിട്ട് മേക്ക് ചെയ്തേക്കാനും പുള്ളി പറഞ്ഞു,
നീ വാ എന്തായാലും നമുക്കൊന്ന് സംസാരിക്കാം. അങ്ങനെയാണ് നവാസ്കയുടെ അടുത്തേക്ക് ഇതിലോട്ട് വന്നത്. നവാസ്ക എന്ന് പറഞ്ഞാൽ സകലകല വല്ലഭനാണ് എല്ലാം ഒരു അപ്പൊ നവാസ്കയ്ക്ക് പുള്ളി ഇങ്ങനത്തെ ലീഡ് റോള് ചെയ്തിട്ടുമില്ല, ഇങ്ങനെ ക്യാരക്ടർ റോളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു ആളായിരുന്നു. അപ്പൊ ഇങ്ങനത്തെ ഒരു എന്താ പറയാ അവസരം കൊടുക്കുമ്പോ പുള്ളി ആ കോൺഫിഡൻസ് എങ്ങനെയായിരുന്നു പുള്ളി ഇത് ചെയ്യുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്, നവാസ്ക ശരിക്കും ഒരു സകലകല വല്ലഭനാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ പുള്ളിയുടെ എന്തോ ഭാഗ്യക്കേടാണോ എന്തോ, കാരണം പുള്ളിനെ തേടി നല്ല ക്യാരക്ടർ, കാരണം മാട്ടുപ്പെട്ടി മച്ചാൻ, അങ്ങനെ പണ്ട് അങ്ങനെ ഒരു സിനിമകളൊക്കെ കത്തി തിളങ്ങി വന്ന സമയത്ത് പിന്നെ ഭയങ്കര ബ്രേക്കായി പോയി. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ നവാസ്കയുടെ അത്തരം കാര്യങ്ങൾ ചോദിച്ചിട്ടില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, കാരണം നവാസ്ക ഒരു അഭിമാനിയായിരുന്നു. ഒരാളുടെ ഒരു അവസരം ചോദിക്കില്ല. കാരണം ഞാൻ ഇപ്പോൾ ഈ 7 സിനിമയിൽ കൂടെ പുള്ളിയായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ പുള്ളിയായിട്ട് ഒരുപാട് നമ്മളൊരു സഹോദര ബന്ധം പോലെയായി. കാരണം ജ്യേഷ്ഠ സഹോദരൻ, കാരണം പുള്ളി നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും വിളിക്കും, കുടുംബകാര്യങ്ങൾ സംസാരിക്കും. ഞങ്ങൾ അങ്ങോട്ട് ഫാമിലി ആയിട്ട് പോയും വരെയൊക്കെ ചെയ്യണമായിരുന്നു. അത്രയായിട്ട് അടുത്ത ഇടവക നമ്മൾ കുടുംബത്തിലെ ഒരാൾ എന്ന പോലെ ആയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, നവാസ്കയുടെ സ്വഭാവം മനസ്സിലായത്, പുള്ളിയുടെ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ പുള്ളിയുടെ യാതൊരു കാര്യങ്ങളും സ്വന്തം ജ്യേഷ്ഠനോ അല്ലെങ്കിൽ അനിയനോ ആയിട്ട് പോലും ഷെയർ ചെയ്യില്ല. അതെല്ലാം സ്വന്തം മാനേജ് ചെയ്യണ ഒരു പവർ ഉണ്ടായിരുന്നു നവാസ്കക്ക്. കാരണം അതൊരു വ്യക്തിത്വമാണ്. കാരണം ഒരുപാട് എനിക്ക് ആ സിനിമയെ കൂടെ കുറേ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. കാരണം ഒരു പേഴ്സണാലിറ്റി ഉള്ള മനുഷ്യനാണ്. അതുപോലെയുള്ള നടന്മാർ വളരെ കുറവാണെന്ന് തോന്നുന്നു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ തലങ്ങളിലും കുടുംബ ബന്ധങ്ങളായാലും പുള്ളി എല്ലാ കാര്യങ്ങളും ഭയങ്കര കീപ്പ് ചെയ്ത് പോകുന്ന ആളാണ്. ആവശ്യമില്ലാതെ ഒരു വാർത്ത ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ആവശ്യമില്ലാതെ സംസാരിക്കാനോ ഒന്നും നിൽക്കാറില്ല. പുള്ളിക്ക് പറ്റാത്ത കാര്യം പയ്യനെ മാറിപ്പോകുന്നു. ഇപ്പൊ ഈ സിനിമയുടെ കണ്ടന്റ് എന്ന് പറയുമ്പോൾ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെയാണ് ഈടെ ശബ്ദിക്കുന്നത്. ഇപ്പോൾ ആദ്യത്തെ സിനിമ തന്നെ ഇങ്ങനത്തെ ഒരു കണ്ടന്റ് തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ്? അത് നല്ല ചോദ്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ കണ്ടന്റുകൾ ഒരുപാടുണ്ടെങ്കിലും ഞാനും ബിനിഷാദും എൻ്റെ അടുത്തേക്ക് ഇത് ചെയ്യണമെന്ന് ചോദിച്ച ആളാണ്. ഞാൻ പറഞ്ഞു ഇതാണ് ആദ്യം ചെയ്യേണ്ട സിനിമ. കാരണം നമ്മൾ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് എന്നുള്ളത് നമ്മൾ എല്ലാവരും ആദ്യം മനസ്സിലാക്കണം. കാരണം ലോകം വിരൽത്തുമ്പിൽ എന്ന് പറയുന്ന നമ്മൾ തന്നെ ഇന്നും യഥാർത്ഥ ഒരു വിശ്വാസം മാറ്റിവെച്ചിട്ട് അന്ധവിശ്വാസങ്ങളുടെ പുറകെ പോകുന്ന ആളുകളെയാണ് നമുക്ക് കാണുന്നത്. അതും വിദ്യാസമ്പന്നരാണ് ഇതിനകത്ത് പലകളും. ഞാൻ പലപ്പോഴും കാണുക ഡോക്ടേഴ്സ് ഉണ്ട്, അഡ്വക്കേറ്റ്സ്, അതായത് ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് മൊത്തം ഇതിൻ്റെ പുറകിൽ ഇത്തരം വിശ്വാസങ്ങളിൽ പോകുന്നത്. അതായത് ഒരു നൂല് കിട്ടിക്കഴിഞ്ഞാൽ ഈ ലോകത്തെ എല്ലാ പ്രശ്നവും മാറും, അല്ലെങ്കിൽ ഒരു ഏലസ് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ പ്രശ്നവും മാറും. അപ്പോൾ യഥാർത്ഥ ദൈവം അവിടെ മുകളിൽ നിന്ന് ശരിക്കും ചിരിക്കായിരിക്കും. ഞാൻ ദൈവം ഇല്ല എന്നൊന്നല്ല പറയുന്നത്. ദൈവം വേണം, മതവും വേണം, എല്ലാ മതങ്ങളും നല്ലതാണ് പറയുന്നത്. പക്ഷേ ദൈവങ്ങളുടെ പുറകെ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ അന്ധവിശ്വാസങ്ങളുടെ പുറകെ പോകുമ്പോൾ, അനാചാരങ്ങളുടെ പുറകെ പോകുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ഒരുപാട് നഷ്ടങ്ങളുണ്ട് കുടുംബങ്ങളിലും നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങളിലൊക്കെ. അതാണ് ഞാൻ ആ സിനിമ കൂടെ പ്രതിപാദിച്ചേക്കുന്നത്. അപ്പോൾ ഇത്തരം വിഷയം പറയേണ്ട ഒരു കാലഘട്ടത്തിലാണ് അത് തുറന്നു പറയണം. എല്ലാ മതങ്ങളിലും ഉണ്ട് അന്ധവിശ്വാസവും അനാചാരങ്ങളും ഒക്കെ. പക്ഷെ ഞാൻ എൻ്റെ മതത്തിലുള്ള കാര്യമാണ് ആദ്യം വിളിച്ചു പറയേണ്ടത്. ഞാൻ വേറൊരു മതത്തിൽ കയറി പറയുന്നതിനേക്കാൾ നല്ലത് എൻ്റെ മതത്തിലുള്ള അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയാണ് പൊളിച്ചെടുക്കേണ്ടത്. അത് പറയാനുള്ളൊരു ധൈര്യം ഞാൻ കാണിച്ചു. അതാണ് അത് പച്ചയായിട്ട് പറഞ്ഞിട്ടുണ്ട്. പച്ചയായിട്ട് തീർച്ചയായിട്ടും പറഞ്ഞു. എനിക്ക് പറയാനുള്ളത് മുഴുവൻ ഞാൻ ആ സിനിമയെ പറഞ്ഞു. ഇനി ഒരു വാദപ്രതിവാദത്തിന് ഞാൻ പോയി ഒരു സ്റ്റേജ് കെട്ടി പറയേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ പറയാനുള്ള സത്യങ്ങൾ മൊത്തം അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥ ദൈവം എവിടെയാണെന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. എല്ലാം ഞാൻ അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമയുടെ ലൊക്കേഷനൊക്കെ എവിടെയായിരുന്നു? ഈ സിനിമയുടെ ലൊക്കേഷൻ എൻ്റെ നാട് തന്നെയായിരുന്നു ശരിക്കും. കാരണം നമ്മൾ ആദ്യം ചെയ്യണ ഒരു സിനിമ എൻ്റെ നാട്ടിൽ കുറേ കാര്യങ്ങൾ പകർത്തണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. നാട് എവിടെയാണ്? നാട് ആലുവ കൊട്ടമശ്ശേരി. ശരിക്കും എൻ്റെ ബേസിക് എൻ്റെ ജന്മദേശം ശ്രീ ശങ്കരാചാര്യയുടെ കാലടിക്കടുത്ത ഓണംപള്ളി എന്ന് പറഞ്ഞ ഗ്രാമമാണ്. അവിടെ നിന്നാണ് ഞങ്ങൾ പിന്നെ ഇങ്ങോട്ട് വന്നത്. ഇവിടെ സെറ്റ് ഇവിടെ 35 വർഷത്തോളം എൻ്റെ ഉമ്മയുടെ നാടും കൂടിയാണ് ഈ പറയുന്ന കൊട്ടമശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ ഓൾമോസ്റ്റ് സിനിമയിൽ ഞാൻ എൻ്റെ വീട് തന്നെയാണ് ഇന്ന് നിങ്ങൾ ആ സിനിമയിൽ കാണുന്ന വീട് ലൊക്കേഷനായിട്ട് എടുത്തേക്കുന്നത്. കാരണം മെയിനായിട്ട് പോകുന്ന അതാണ്. പിന്നെ ആലുവ, തുരുത്ത്, പെരുമ്പാവൂർ മൊത്തം എൻ്റെ വീടാണ്. അതെ ആ വീട് എൻ്റെ വീടാണ്. ആ ലൊക്കേഷൻ കാരണം എൻ്റെ വീട്ടുകാരൊക്കെ ഞാൻ മാറ്റി വേറെ വീട്ടിലേക്ക് താമസിപ്പിച്ചു. ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് 2 മാസത്തോളം അവർ വേറെ വീട്ടിലായിരുന്നു. കാരണം എൻ്റെ വീട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നവാസ്ക
ഉപ്പയും രഹനായും രഹനയുടെ ഉപ്പായും ഉണ്ടായിരുന്നു. രഹനയുടെ ഉപ്പ നല്ലൊരു ക്യാരക്ടർ മേല് അതെ, നല്ല ക്യാരക്ടർ റോൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഉപ്പ അങ്ങനെ അധികം ചെയ്തിട്ടില്ല സിനിമകൾ. ഇപ്പൊ നല്ലൊരു നാടക നടനായിരുന്നു. പിന്നെ നല്ല നാടകം ഇപ്പോഴും നല്ല നടനാണ്. ഉപ്പ ഒരുപാട് നാടകമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ സിനിമയിലേക്ക് അങ്ങനെ വന്നിട്ട് സിനിമയിലേക്ക് അധികം ആളുകൾ ഇതുപോലെ ഞാൻ പറഞ്ഞില്ലേ, നവാസ്കാർക്ക് വേഷങ്ങൾ കിട്ടിയില്ല എന്ന് പറഞ്ഞ പോലെയുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ എൻ്റെ വീട് ലൊക്കേഷനായപ്പോൾ എൻ്റെ വീട്ടുകാരൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ഒരു അറ്റാച്ച്മെൻറ്റ്. നവാസ്കാർക്ക് ഫുഡൊക്കെ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെയായിരുന്നു. കാരണം ഞങ്ങളുടെ ഉമ്മായും എൻ്റെ കുടുംബവും അനിയത്തിയും എൻ്റെ ഭാര്യയൊക്കെ ഉണ്ടാക്കുന്ന ഭക്ഷണം. അപ്പോൾ അവരായിട്ട് ഭയങ്കരമായിട്ട് അടുപ്പവും. നവാസ്ക ഒറ്റ കാര്യമാണുള്ളൂ, എനിക്ക് ഇവിടെ ഇറച്ചി മീനോ അങ്ങനെ ഒന്നും വേണ്ട, എനിക്ക് എല്ലാ ഭക്ഷണം കഴിക്കുമ്പോൾ ഇച്ചിരി തൈര് വയ്ക്കണം നിർബന്ധമായിട്ട്. തൈര് എല്ലാ ഉച്ചക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ നവാസ്ക തൈര് കൂട്ടും. അത് രഹനായും അങ്ങനെയാണ്. അവർ പറയണമെന്ന് കഴിഞ്ഞാൽ ഒരു ബ്ലീച്ചാണെന്നാണ് പറയണത്. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഒന്ന് ശുദ്ധീകരിച്ച് ഫിൽറ്റർ ചെയ്യും എന്നുള്ള രീതിയിലാണ്. അതിനുശേഷം ഞാനും അത് ഫോളോ ചെയ്യാറുണ്ട്. തൈര് കിട്ടുമ്പോഴൊക്കെ ഞാനും കഴിക്കാറുണ്ട്. അത് കാരണം ഒരു പുതിയൊരു അറിവായിരുന്നു അത്. അപ്പോൾ വീട് മൊത്തം ഈ സിനിമയുടെ ലൊക്കേഷൻ ഈ പറയുന്ന നമ്മുടെ നാടും പിന്നെ ആലുവ പിന്നെ മഞ്ഞപ്പുറ തുരുത്ത് ഒരു കാടും ഫോറസ്റ്റൊക്കെ കാണിക്കുന്ന അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെയാണ്. പിന്നെ പെരുമ്പാവൂർ ഇത്ര സ്ഥലങ്ങളിലേക്കാണ് ലൊക്കേഷൻ. അത് ദൂരമായിട്ടൊന്നും പോയിട്ടില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ആർട്ടിസ്റ്റുകളാണെങ്കിൽ അതെല്ലാം പുതുമുഖങ്ങളാണ് അധികം. അതെ, ഇതിനകത്ത് ഈ സിനിമയിൽ 4 പേര് മാത്രമേ. കാരണം നവാസ്കായും രഹനായും പിന്നെ സിനോജ് വർഗീസ് അഭിനയിച്ചിട്ടുണ്ട്, മുസ്ലിയാറായിട്ട് അഭിനയിച്ചത്. പുള്ളി ഒരു വ്യത്യസ്തമായ കഥാപാത്രം. പുള്ളി സാധാരണ ചെയ്യുന്നത് വേഷത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഇതിനകത്ത് ചെയ്തേക്കുന്നത്. പിന്നെ അജീഷ് ജോൺ മിമിക്രി ആർട്ടിസ്റ്റാണ്. നവാസ്കാടൊക്കെ ഇപ്പോൾ മാസം കണ്ട തന്നെയുള്ള ആളാണ്. ഒരുപാട് നമുക്ക് കാണാൻ. ആ 4 പേര് ഒഴികെ ബാക്കി എല്ലാവരും പുതുമുഖങ്ങളാണ്. അപ്പോൾ കാസ്റ്റിംഗ് എങ്ങനെയായിരുന്നു? കാസ്റ്റിംഗ് ഞങ്ങൾ ഓഡീഷൻ നടത്തി തന്നെയാണ് എടുത്തത്. അപ്പം ഞങ്ങൾ ഓഡീഷൻ നടത്തിയപ്പോൾ പ്രത്യേകം പറഞ്ഞായിരുന്നു പെരുമ്പാവൂർ ആലുവ ഭാഗത്തുള്ള കൂടുതൽ ഞങ്ങൾ എടുത്തു. അത് കാരണം നിങ്ങൾക്ക് ആ സിനിമ കാണുമ്പോൾ മനസ്സിലാവും, ഞങ്ങൾ അതിനകത്ത് തന്നെ ഒരു സ്ലാങ് ഉണ്ട്, ഭാഷാശൈലി. അതെ, ആ ഒരു ഭാഷാശൈലി ഞങ്ങളുടെ നാട് വേണമെന്നും എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു. കാരണം എപ്പോഴും നമ്മൾ ഈ ഒരു മുസ്ലിം കണ്ടൻ്റെ സിനിമ പറയുമ്പോൾ മലബാറിലെ ഇങ്ങനെയുള്ള സംസാരം നമ്മുടെ നാട്ടിലും ആൾക്കാർ ഇതുവരെ താമസിക്കുന്നില്ല. അതൊന്ന് മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു കോഡ് പിടിച്ചത്. പ്രത്യേകിച്ച് അതിൽ ഉമ്മാൻ്റെ ക്യാരക്ടർ, നവാസ്ഖാൻ്റെ ഉമ്മാൻ്റെ ക്യാരക്ടർ ചെയ്ത ഒരു നല്ല അസാധ്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ഭയങ്കര നാച്ചുറലായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. അവരാരായിരുന്നു? അത് ഷേർലി ടീച്ചർ എന്ന് പറഞ്ഞിട്ട് എൻ്റെ വീടിൻ്റെ ഒരു 4 കിലോമീറ്റർ അപ്പുറത്താണ് താമസിക്കുന്നത്. പുള്ളിക്കാരി ശരിക്കും പറഞ്ഞാൽ പഞ്ചപാവമാണ്. പുള്ളിക്കാരിക്ക് അത് കാണുമ്പോൾ പുള്ളിക്കാരി എന്നെ എല്ലാവരും എന്നെ വെറുക്കൂലോ ദൈവമേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളിക്കാരി. അതെ അതെ, പക്ഷെ ഭയങ്കര അസാധ്യമായിട്ട് പറഞ്ഞു. പുള്ളിക്കാരിയുടെ കാര്യം ഇപ്പോഴും എല്ലാവരും പറയും. പിന്നെ അതിനകത്തൊരു അമ്മായി കഥാപാത്രം ചെയ്തിട്ടുണ്ട്. അത് എൻ്റെ ഉമ്മയാണ്, എൻ്റെ സ്വന്തം ഉമ്മയാണ്. പുതിയ അറിവാട്ടോ. അപ്പോൾ ഉമ്മ ചെയ്യാനുള്ള കാരണം ഞങ്ങൾ അതിനകത്ത് ഒരു ആളെ കാസ്റ്റ് ചെയ്തായിരുന്നു. ആ പുള്ളിക്കാരത്തി വന്നില്ല. അപ്പോൾ വീട്ടിലുള്ള ഷൂട്ട് കിടക്കുന്നത്. അപ്പോൾ ബിൻഷാദ് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇക്കാടെ ഉമ്മ അഭിനയിച്ചാൽ മതി, ഇനി ആരെയും അന്വേഷിക്കണ്ട. ഉമ്മ അഭിനയിക്കുന്ന ആളെ എനിക്കറിയില്ല ഉമ്മ അഭിനയിക്കുമെന്നുള്ളത്. ബിൻഷാദിന് നിർബന്ധമായിരുന്നു. ഉമ്മ പറഞ്ഞു ഇവൻ്റെ ഒറ്റ നിർബന്ധത്തിൽ ഞാൻ പറയണം ഉമ്മ അങ്ങനെ അഭിനയിക്കുന്ന ആളല്ല, ഒക്കെ മിണ്ടാണ്ട് അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് അഭിനയിപ്പിക്കുന്നത്. ഉമ്മ പക്ഷേ പുലി പോലെ അഭിനയിച്ചു. അതല്ല, ഉമ്മയോട് അത് അഭിനയിക്കേണ്ട കാര്യം പറഞ്ഞപ്പോ ഉമ്മ റെഡിയായിരുന്നു. ഉമ്മാക്ക് പിന്നെ വീട്ടിൽ ഇച്ചിരി ഒരു കല ഒരു ഇതും ഇതൊക്കെ ഒരു സപ്പോർട്ടും അല്ലെങ്കിൽ ഉമ്മാക്ക് ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് ഉമ്മ അഭിനയിച്ചു. ഉമ്മയുടെ ഫസ്റ്റ് ഫിലിമാണ്. അതെ, ഉമ്മയുടെ ഫസ്റ്റ് ഫിലിമാണ്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു ഉമ്മയുടെ ക്യാരക്ടർ, ഒരു കുത്തിത്തിരിപ്പ്. അതെ 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 അതെ, ഒന്നും ഉമ്മ അങ്ങനെയുള്ള ആളല്ല. ഉമ്മക്ക് അതാണ് സങ്കടം. ഉമ്മ എപ്പോഴും അങ്ങനെ ഒരു കഥാപാത്രം. 2 ലേഡീസിനെ കാണുമ്പോൾ സത്യം പറഞ്ഞ ദേഷ്യം വരും. ഇതിപ്പോ എല്ലാ കുടുംബത്തിലും ഇങ്ങനെ 2 ആൾക്കാരുണ്ട്. ഉമ്മയുടെ സങ്കടം എന്താന്ന് വെച്ചാല് എന്നെ ആൾക്കാർ ആ രീതിയിൽ കാണൂലോ, നമ്മളൊരു കഥാപാത്രം. അത് കാണുമ്പോ ഉമ്മയുടെ സക്സസ് ആണത്. ഉമ്മ അങ്ങനെ അഭിനയിച്ചുകൊണ്ട് നമുക്ക് ദേഷ്യം വരണമെങ്കിൽ ആ കഥാപാത്രം നന്നായി എന്നാണല്ലോ. അതെ അതെ അതെ, ഉമ്മയാണത് അഭിനയിച്ചത്. അപ്പൊ എല്ലാരും ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്, ഉമ്മ അഭിനയിച്ചിട്ടുണ്ട്. അതെ അതെ അതെ, അഭിനയിച്ച നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുമ്പോൾ അങ്ങനെയാണല്ലോ. അപ്പൊ ചെറിയൊരു സീനിലൊക്കെ വരുമ്പോൾ അവരെയൊക്കെ ആഡ് ചെയ്യാലോ. നമ്മളെ കസിൻസ് കുറെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ഓൾമോസ്റ്റ് എല്ലാവരും പുതുമുഖങ്ങളാണ്. പിന്നെ നമ്മളതിനകത്ത് എടുത്ത് ഞാൻ പറഞ്ഞില്ല, ആലുവ പെരുമ്പാവൂർ ചുറ്റുവട്ടത്തുള്ള ആളുകളാണ് കൂടുതൽ എടുത്തേക്കണം. ഒരു വയനാട്ടിലുള്ള ഒരാളെ മാത്രമേ എടുത്തുള്ളൂ. അത് ആ സിനിമയിൽ സംസാരമില്ല. ഈ രഹനാട് ഉമ്മായിട്ട് അഭിനയിച്ചത് നന്നായിട്ടുണ്ട്. അത് വയനാട്ടുകാരിയാണ്. കാരണം അവർക്ക് സംസാരമില്ലാത്ത കാരണം ഞങ്ങൾക്ക് സീനൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അവര് ദേഷ്യപ്പം ഉമ്മ ദേഷ്യപ്പെടുന്നതും അവര് വന്നിട്ട് ചായ കുടിച്ച് പോണതൊക്കെ അതൊക്കെ അവർ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. സിനിമ സത്യത്തിൽ അതാണ് നമുക്ക് തരുന്ന സന്തോഷം. കാരണം നമ്മളതിനകത്ത് കൊടുത്തേക്കണ ഓരോ സീനുകളും ആളുകൾക്ക് റിലേറ്റ് ചെയ്യുന്നുണ്ട്. അതെ അതെ അതെ, അല്ല ഒരു കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണല്ലോ അത്.
പറഞ്ഞു വരുന്നത്. ലാസ്റ്റ് ഒരു ഹോപ്പ് ഉണ്ട് എന്നാണുള്ളത് കാണിക്കുന്നത്. നല്ലൊരു മെസ്സേജും ആ സിനിമയിൽ പറഞ്ഞു പോകുന്നുണ്ട്. സിനിമ മൊത്തം നമ്മൾ ടോട്ടലി ഒരു മെസ്സേജാണ്. അത് അവസാനം നമുക്ക് കാണാൻ പറ്റും. അവസാനം അതിനകത്തൊരു വിജയമാണ് നമ്മൾ കാണിക്കുന്നത്, ഹാപ്പിനെസ് തന്നെയാണ് കാണിക്കുന്നത്. എന്ന് വിചാരിച്ചാൽ ഒരു ഭയങ്കര ഒരു കാറിൽ വന്നിറങ്ങുന്ന കൊട്ടാരത്തിൽ അങ്ങനത്തെ ഇതൊന്നും അല്ല. റിയലിസ്റ്റിക് ആണ് നമ്മൾ അതിനകത്ത് മൊത്തം കൊടുത്തേക്കുന്നത്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു കഥയാണ് അത്, ഒരു പച്ചയായിട്ടുള്ള ഒരു കഥ. അതെ അതെ. അതിന്റെ മ്യൂസിക്കിലോട്ട് വരുമ്പോൾ ആ കോലുകളിപ്പാട്ടൊക്കെ നല്ല ഗംഭീരമായിട്ടുണ്ട്. അതിന്റെ പിക്ചറൈസേഷൻ ആണെങ്കിലും അതെ. അതിനെ കുറിച്ച് കോലുകളി പാട്ടല്ല, അത് എല്ലാ പാട്ടുകളും എഴുതിയേക്കുന്നതും മ്യൂസിക് ചെയ്തേക്കുന്നത് ഞാൻ തന്നെയാണ്. ആണോ? അതറിയില്ലായിരുന്നല്ലേ? അറിയില്ല. സിനിമയില് ഞാൻ കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം, പിന്നെ കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം, അഭിനയം, പിന്നെ ഗാനരചന, സംഗീതം, പിന്നെ കോറസ് പാടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നോക്കും. ഇത്രയും കാര്യങ്ങൾ ഇതിനു മുമ്പ് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എനിക്ക് അറിയാമുള്ള ഒരു സിനിമയില്. സത്യം. ചിലപ്പോ എന്റെ അറിവില് ശ്രീനിവാസൻ ചേട്ടനും അതുപോലെ ബാലചന്ദ്രൻ സാറൊക്കെയാണ്. അതെ അതെ, അവരൊക്കെയാണ് എനിക്ക് ഒരു 4-5 കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു ചെയ്ത് പാടുക അല്ലെങ്കിൽ ഇതുപോലെ മ്യൂസിക്കും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ബാലചന്ദ്രൻ സാറായിട്ട് ഒരു പടത്തിന് മ്യൂസിക് ചെയ്തിട്ടുണ്ട്, അത് എഴുതിയിട്ടുണ്ട്, മ്യൂസിക്കല്ല. അത് ഭയങ്കര, ഇപ്പൊ സത്യം പറഞ്ഞെങ്കിൽ നിങ്ങൾ ഭയങ്കര സകലകല വല്ലഭൻ അല്ലേ? ഒരു പാവ, എളിമ. പക്ഷെ ഇത്രയും ഇതൊക്കെ ഉണ്ടായിട്ട് ഈ പ്രവാസത്തിലിരിക്കുമ്പോഴേ ഭയങ്കര വിഷമമായിട്ടുള്ളൊരു കാലഘട്ടങ്ങളായിരിക്കുമല്ലോ ആ സമയത്തൊക്കെ. കലാകാരന്മാരുള്ള ആൾക്കാർക്ക് മനസ്സിലാവും. കാരണം നമ്മൾ എപ്പോഴും ഈ ഇതിങ്ങനെ വിങ്ങിക്കൊണ്ടിരിക്കും. ചില സമയത്ത് ഒന്നും വേണ്ട, ഇനി എൻ്റെ പുറകെ പോകണ്ട എന്ന് വിചാരിക്കും. പിന്നെ തന്നൊക്കെ പൊന്തി വരും. കലേനെ ഒരിക്കലും ഒളിപ്പിച്ച് വെക്കാൻ പറ്റില്ല. നമ്മളിൽ നിന്ന്, കാരണം അത് നമുക്ക് ഓരോന്ന് കാണുമ്പോൾ നമ്മളിങ്ങനെ തുടിക്കും. നമ്മളങ്ങനെ പയ്യനെ ഇങ്ങനെ ഇറങ്ങി വരും. പിന്നെ ഞാൻ വെറുതെ ഇരുന്നില്ല. ഞാൻ ഇപ്പോൾ ഗൾഫിൽ ഫസ്റ്റ് ഞാൻ 1998 ഫസ്റ്റ് ഖത്തറിൽ പോണത്. അന്ന് ഞാൻ ഒരു ഹൗസ് ഡ്രൈവറായിട്ടാണ് ഞാനവിടെ പോണത്. അപ്പോൾ ഹൗസ് ഡ്രൈവറായിട്ടൊക്കെ പോണ ആൾക്ക് ഒരിക്കലും പുറത്തിറങ്ങാൻ പറ്റില്ല. പക്ഷെ ഞാനവിടെ ചെന്ന് 2 ആഴ്ച ഞാൻ അവിടുത്തെ സ്റ്റേജിൽ പോയി ഞാൻ പാട്ട് പാടി. അങ്ങനെ എൻ്റെ ചേട്ടനെ കുറിച്ച് നീ ഇതെങ്ങനെ പോയെന്ന് പറഞ്ഞതിനെക്കുറിച്ച് ചീത്ത പറഞ്ഞു. കാരണം ആകെ പ്രശ്നമാവില്ല എന്നൊക്കെ ചോദിച്ചു. എന്ത് പ്രശ്നം? കാരണം ഞാൻ പോയി പാടി രാത്രിയിൽ തിരിച്ച് റൂമിൽ കയറി. അത് അവരറിയല്ല. അപ്പൊ അങ്ങനെ എൻ്റെ പാഷനൊക്കെ പാടില്ലേ? അല്ല, ഈ അറബി വീടുകളിലൊക്കെ ശരിക്കും സ്ട്രിക്റ്റ് ആണ്. പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ആള് പുറത്തേക്ക് പോകുന്നുള്ള രീതിയിലേക്ക് ഒരു അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവരറിയാതെ പോയി എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ഉള്ളിലെ ടാലന്റ് കിടന്നിട്ടിങ്ങനെ. അതെ അതെ അതെ, അങ്ങനെ ഒരു അവസരം കിട്ടിയ ഗൾഫിലൊക്കെ നമ്മൾ ഇങ്ങനെ സ്റ്റേജ് ഷോയിൽ നമ്മൾ വീഡിയോയിൽ കണ്ടിട്ടുള്ളല്ലോ. അതൊക്കെ ഇങ്ങനെ വീഡിയോസിൽ കൂടെ സ്റ്റേജ് ഷോ നടത്തുന്ന നടന്മാർ പോയി അങ്ങനെയൊക്കെ പുതിയാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ നാട്ടിൽ ചെന്ന് ഇപ്പോൾ ഒരു അവസരം കിട്ടിയപ്പോൾ ICRCയുടെ ഒരു ഇന്ത്യൻ കൾച്ചർ സെന്ററിന്റെ ഒരു പരിപാടി നടന്നപ്പോൾ പാട്ട്, അവിടെയുള്ള കലാകാരന്മാർക്കൊരു അവസരം. അപ്പൊ അതിൽ കയറി ഞാനൊരു പാട്ട് പാടി. ഈ പാട്ട് പാടി എന്ന് പറയുമ്പോൾ പാട്ട് എങ്ങനെ പഠിച്ചിട്ടുണ്ടോ? ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പാട്ടും പഠിച്ചിട്ടില്ല, ഞാൻ വലിയൊരു എഴുത്തുകാരനുമല്ല. ഇതൊക്കെ തന്നേക്ക് ഇങ്ങനെ വരുന്നു, അതിന് പകർത്തുന്നു, അത്രേ ഉള്ളൂ. പാട്ട് പഠിച്ചിട്ടേ ഇല്ല. പാട്ട് എഴുത്തൊക്കെ എങ്ങനെയാ? അതൊക്കെ തന്നെ സത്യം പറഞ്ഞാൽ അങ്ങനെ വലിയ എഴുത്തുകാരനൊന്നുമല്ല ഞാൻ. പക്ഷെ എഴുതിയേക്കണമെന്ന് മോശമല്ല എന്നാണ് എല്ലാവരും പറയുന്നത്. എനിക്കറിയില്ല, ഞാൻ തന്നെ പറയണത് ശരിയല്ലല്ലോ. ഇതുവരെ എല്ലാ പാട്ടുകളൊക്കെ ഞാൻ തന്നെയാണ് എഴുതിയേക്കുന്നത്. ഇപ്പം ഞാൻ ഈ മുമ്പ് ചെയ്ത കച്ചി എന്ന് പറഞ്ഞ സിനിമയിലും ഞാൻ തന്നെ അതിനകത്ത് പാടിയിരിക്കുന്നത് സിത്താരയും റഫീഖ് അഹമ്മദ് സാറ് അവരൊക്കെയാണ് എഴുതിയേക്കുന്നത്. ഒരു പാട്ടാണ് ഞാൻ എഴുതിയോളൂ. പിന്നെ അജീഷ് ദാസ്, അങ്ങനെ അവരൊക്കെ എഴുതിയ പാട്ടിൽ കൂട്ടത്തിൽ ഞാനും ഒരു പാട്ട് എഴുതി. അത് ഇൻഷാദ് നിൽക്കാൻ എഴുതിയ, കാരണം ഞാൻ ആ വരികളുണ്ട് പറഞ്ഞിട്ട് വേറെ ആരും എഴുതണ്ട. ഇതിൽ പാട്ടുണ്ട്? 6 പാട്ടും ഞാൻ തന്നെ എഴുതിയ. ഒരാൾക്കും പുറത്ത് അവസരം കൊടുത്തില്ല. സ്വന്തം സിനിമയിൽ ആർക്കും പുറത്ത് അവസരമില്ല, കൊടുക്കാനിട്ടില്ല. എഴുതി വന്നപ്പോ എല്ലാം ആർട്ടായിട്ട് തോന്നി. പിന്നെ അപ്പൊ പുറത്തേക്ക് കൊടുക്കേണ്ടി വന്നില്ല. ഇപ്പം സിനിമ ഇക്കാന്റെ വീട്ടിൽ തന്നെയാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ലൊക്കേഷനും പരിസരം തന്നെയാണ്. അപ്പൊ ഈ ലൊക്കേഷനിൽ നമുക്ക് എന്താ പറയാ, മറക്കാനാവാത്ത അനുഭവങ്ങൾ, ലൊക്കേഷൻ ഫണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ലൊക്കേഷൻ ഫണ്ടൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. കാരണം നവാസ്ക കോമഡി ആർട്ടിസ്റ്റ് ആയതുകൊണ്ട്. അതുകൊണ്ട് ഞാൻ ചോദിക്കാൻ തന്നെ കാരണം നവാസ്കാനെ പോലെ ഒരാളുള്ളപ്പോ എന്താണെങ്കിലും എന്തെങ്കിലുമൊക്കെ അവിടെ സംഭവിക്കും. ഒരുപാട് തമാശകൾ ഉണ്ടായിട്ടുണ്ട്. അതിനകത്ത് ഇതിപ്പോ വേറൊരു സംഭവമാണ്. കാരണം എൻ്റെ ഈ ഷൂട്ടൊക്കെ കാണാൻ വേണ്ടി നമ്മുടെ ഒരു കസിൻ ബ്രദറാണ്. പുള്ളിക്ക് അങ്ങനെ സിനിമയെ കുറിച്ച് വലിയ അവബോധമുള്ള ഒരാളല്ല. പക്ഷേ സിനിമ ഷൂട്ടിങ് കാണാൻ ഭയങ്കര കൗതുകമാണ്. അപ്പോൾ ഒരു ദിവസം പുള്ളി ഇതുപോലെ വന്നു. പിന്നെ ഷൂട്ടിങ് ലാസ്റ്റ് ഇതിൻ്റെ ഒരു ഫൈറ്റ് സീൻ, ഉടക്കണ ഒരു സീനുണ്ട് ഞങ്ങൾ ഈ ക്ലൈമാക്സിൽ. അപ്പോൾ അത് നടന്ന് മഞ്ഞപ്പുറയാണ്. അപ്പോൾ അന്ന് ഇതുപോലെ ഞങ്ങളവിടെ ഇതിൻ്റെ ഒരു സീൻ ഒന്ന് റിഹേഴ്സലൊക്കെ ചെയ്യണ സമയത്ത്
പുള്ളി ഇങ്ങനെ വരുന്ന സമയത്ത് ഞാൻ നവാസ്കായായിട്ട് നിന്ന് ഉന്തും ബഹളവും പിണക്കുമാണ്. അപ്പോൾ പുള്ളി വൈഫായിട്ട് ഇങ്ങനെ വന്ന സമയത്ത് ഞാൻ നവാസ്കായിട്ട് ഉടക്കണ സീനാണ് കാണുന്നത്. അപ്പോൾ പുള്ളി വിചാരിച്ച് എന്ത് സംഭവം, കാരണം ഇത്രയും ദിവസം മര്യാദക്കൊക്കെ പോയിരുന്നത് ഇത് ഡയറക്ടറാണല്ലോ. അപ്പോൾ പുള്ളി നോക്കുമ്പോൾ ഞാൻ തിരുവ ഡയറക്ടർ കൂടിയാണ്. അപ്പോൾ നവാസ്കായായിട്ടാണ് ഞാൻ തല്ല് ഒന്നും ബഹളം. അപ്പോൾ പുള്ളി സത്യത്തിൽ പേടിച്ചു പോയി. ഇത് പുള്ളി ഒറിജിനലാന്ന് തന്നെ വിചാരിച്ചത്. പുള്ളി വേഗം പുള്ളി വൈഫിനെ കൂട്ടിയ പുള്ളി വന്നത്. ഈ ഞങ്ങളുടെ ഒന്നും ബഹളം കണ്ട് ഞാൻ ദേഷ്യപ്പെട്ട് പുള്ളി അടുത്തേക്കാണ് പോണത്. അപ്പോൾ പുള്ളിയുടെ അടുത്തേക്ക് പോകണ പുള്ളി വിചാരിച്ച് ഇനി അടുത്ത ഇടി എനിക്ക് കിട്ടും, കാരണം ഞാൻ അത്ര പ്രഷറിൽ ദേഷ്യത്തിലേക്ക് പോണത്. അപ്പോൾ ഇത് നമ്മൾ സത്യത്തിൽ റിഹേഴ്സൽ പോയതാണ്. അപ്പോൾ ആ പുള്ളി ആ ഒരു എക്സ്പ്രഷനും പുള്ളിയെ അവിടെ ചെന്നപ്പോൾ പുള്ളി പേടിച്ചു പോയ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ചിരി വന്നു. സത്യം, കാരണം പുള്ളി ഇത് ഓർത്തില്ലത് ഷൂട്ടിംഗ് ആണോ അതോ നിങ്ങളിപ്പോ ടേക്കിന് മുമ്പ് ഒരു റിഹേഴ്സൽ പോയതാണ്. ആ ഒരു സീൻ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ചിരിച്ചു പോയിട്ടുണ്ട്. ഇപ്പോൾ നവാസ്കയുടെ വിയോഗ സമയത്ത് ഒരുപാട് പോസ്റ്റുകൾ കണ്ടിരുന്നു. അതിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു പോസ്റ്റായിരുന്നു ഒരു ഉസ്താദിന്റെ ഒരു പോസ്റ്റ് ആലുവയിലുള്ള. അതെ നവാസ്കനെ കുറിച്ച് പറയുമ്പോഴേ, നവാസ്ക ഞാൻ പറഞ്ഞില്ല ഒരു നടൻ മാത്രമല്ല, അദ്ദേഹം ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളും ഭയങ്കര സൂക്ഷ്മമായിട്ട് പോയിട്ടിരുന്ന ആളാണ്. കാരണം പുള്ളിക്കൊരു നെഗറ്റീവ് ഉണ്ടാവുന്ന കാര്യങ്ങളിലേക്ക് പുള്ളി വരാറില്ല. ഉസ്താദ് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി നിസ്കരിക്കുന്ന കാര്യം, പുള്ളി അത് ആ മതപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിറ്റപടി സത്യമാണ്. കാരണം ഇപ്പോൾ ഷൂട്ടിങ് സമയത്ത് കറക്റ്റ് ടൈമിൽ പുള്ളി പള്ളിയിൽ പോയി നമസ്കരിക്കും, അല്ലെങ്കിൽ വീടിൻ്റെ അടുത്താണെങ്കിൽ അവിടെ നിസ്കരിക്കും. പുള്ളി നിസ്കാരം അങ്ങനെ എല്ലാ കാര്യങ്ങളും മതനിഷ്ഠമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുന്ന ഒരാളായിരുന്നു. വേറൊരു കാര്യം ഇപ്പോൾ ഷൂട്ടിംഗ് സമയത്തുണ്ടായ വേറൊരു കാര്യം പറഞ്ഞുതരാം. കാരണം നവാസ്ക അത്ര സൂക്ഷ്മത, അതായത് ആ കുടുംബ ബന്ധം, അതായത് പുള്ളിയുടെ വൈഫിനോടുള്ള പ്രണയം വേണമെന്ന് പറയാം. കാരണം വൈഫിനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ബന്ധത്തിന് എത്രമാത്രം ഉറപ്പുണ്ട്, സത്യസന്ധത ഉണ്ടെന്നുള്ളൊരു കാര്യം ഞാൻ ഇപ്പോൾ പറയാം. കാരണം എന്ന് പറഞ്ഞാൽ ഈ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് ഞങ്ങൾ ഈ പറയുന്ന ഒരു ലൊക്കേഷനിൽ നിന്ന് വേറെ ലൊക്കേഷനിലേക്ക് ഇങ്ങനെ റോട്ടിൽ കുറച്ച് ഷൂട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒരു ലേഡി ആയിരുന്നു. അപ്പോൾ നവാസ്കായും ഞാനും ഇങ്ങനെ ഒരു കാറിൽ ഇങ്ങനെ പോകാറുണ്ട്. അപ്പോൾ പോയപ്പോൾ ഒരു ഇടയ്ക്കൊരു സീൻ എടുക്കാനുണ്ട്. അപ്പോൾ ഒരു കാര്യം മാനേജ് ചെയ്യാനായിട്ട് എനിക്ക് ഈ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ കാറിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടായി. അപ്പോൾ ഞാൻ ആ കാറിൽ നിന്ന് ഈ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഈ കാറിലേക്ക് കയറി. നവാസ്ക ഉടനെ തന്നെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, വണ്ടി മൂവ് ചെയ്തപ്പോൾ തന്നെ വിളിച്ചു, വണ്ടി നിർത്താൻ പറഞ്ഞു. എന്താ പറ്റിയെന്ന് ചോദിച്ചു. അല്ല ഇത് ശരിയാവില്ലാന്ന് പറഞ്ഞു. ഞാൻ എന്താ പറ്റിയേക്കാന്ന് ചോദിച്ചു. അല്ല എനിക്ക് ഇങ്ങനെ ഒരുമിച്ച് യാത്ര ചെയ്യാൻ പറ്റില്ല. ഞാൻ പെട്ടെന്ന് ചോദിച്ചു, ഒരു ആർട്ടിസ്റ്റാണല്ലോ, ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് അതിനകത്ത്. പക്ഷേ അന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ നവാസ്കാരനോട് ദേഷ്യം തോന്നി. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റ് അതിനകത്ത് കയറാൻ പറഞ്ഞു, ഞാൻ ഇതൊരു കാര്യം കൊണ്ട് കയറി പോകണമല്ലോ, പെട്ടെന്ന് അങ്ങനെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞാനത് നവാസ്കാരുടെ വിയോഗത്തിന് ശേഷം ഞാനത് ഓർക്കണം. കാരണം പുള്ളി ഒരു നെഗറ്റീവായിട്ടൊരു വാർത്ത വരാൻ ഒരു അവസരം പോലും ഉണ്ടാക്കിയില്ല എന്നുള്ളത്. കാരണം അത്രയും കാര്യങ്ങളൊക്കെ ഭയങ്കര സൂക്ഷിച്ചാണ്. കാരണം ഏത് മേഖലകളിലും ഇപ്പോൾ കള്ളുടിക്കുന്ന മേഖലകളായാലും അങ്ങനെ ഒരു സ്ഥലത്തും നവാസ്ക ഒന്നിനും കൈ കൊടുക്കും. അവിടെ നിന്നൊക്കെ അങ്ങനെ ഒഴിഞ്ഞൊഴിഞ്ഞ് പോകും. ചെയ്യുന്നവർക്ക് ചെയ്യാം. പക്ഷെ നവാസ്ക കാര്യങ്ങളിലൊക്കെ അങ്ങനെ ഒരു ഭയങ്കര പേഴ്സണാലിറ്റി ഉള്ള ഒരു സത്യസന്ധത ഉള്ള ഒരു കലാകാരനായിരുന്നു. കംപ്ലീറ്റ് ഒരു ക്ലീൻ ഇമേജ് ഉള്ള ആളാണ്. കാരണം അത് കുടുംബത്തോടുള്ള ആ സ്നേഹം, കാരണം അത് രഹനയോടുള്ള ആ ഒരു സ്നേഹമൊക്കെയാണ് അതിനകത്തുനിന്ന് എനിക്ക് മനസ്സിലായത്. അത് ഇന്നത്തെ കാലത്ത് അത് എത്ര പേർക്ക് ഉണ്ടെന്നുള്ളൊരു സംശയമാണ്. സത്യം. കുടുംബത്തിന് എന്തായാലും ഒരു എന്നാലും ശക്തി കൊടുക്കട്ടെ, ഇതൊക്കെ ഒന്ന് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടി. അതിനുള്ള കഴിവുണ്ടാവട്ടെ, അവർ മക്കൾക്ക് ഒന്ന് പ്രാപ്തിയാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. നമുക്ക് ഭയങ്കര സങ്കടമുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെള്ളിയാഴ്ചയാണ് നവാസ്ക മരണപ്പെടുന്നത്. നവാസ്ക മരിച്ച് പിന്നെ അപ്പോൾ ഞാൻ 2-3 വട്ടമൊക്കെ വീട്ടിൽ പോയി. കാരണം വീടടുത്താണ്, അല്ലെങ്കിലും നമ്മൾ പോവും. അപ്പോൾ അങ്ങനെ 2-3 പ്രാവശ്യം പോയി. കാരണം അധികം ചെന്നാലും പ്രയാസമാണ്. കാരണം ഇവരുടെ മക്കളുടെയും ഇവരുടെയൊക്കെ ഫേസ് കാണുമ്പോൾ നമുക്ക് പ്രയാസമാണ്. പിന്നെ ഒരുപാട് പേര് വരുന്നുണ്ട് കേട്ടോ. കാരണം അവർ വീട്ടിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സന്ദർശകരുടെ ബഹളമാണ്. കാരണം നവാസ്കാനുള്ള ഇഷ്ടം, അതാ നേരത്തെ പറഞ്ഞില്ല, മണിച്ചേട്ടൻ്റെ ഒരു വിയോഗത്തിന് ശേഷം ഇത്രയും സ്നേഹിക്കുന്ന ഒരാള് വേറൊരു കലാകാരൻ ഞാൻ കണ്ടിട്ടില്ല. കാരണം ഒരുപാട് പേര് നമ്മൾ കലാകാരന്മാരെ മരണം, ഇത്രയും ക്രൂ വരുന്ന ആളുകൾ അതിലൊരു മരണം വിവരം വേറെ കണ്ടിട്ടില്ല. ഒരു വെള്ളിയാഴ്ചയാണ് നവാസ്ക മരിച്ചത്. പിന്നത്തെ വെള്ളിയാഴ്ച ഇപ്പോൾ ഈ പറഞ്ഞാൽ അന്ന് ഞാൻ പുള്ളിയുടെ ഖബറിങ്ങായിട്ടാണ് ഞാൻ പോയത്. കാരണം വെള്ളിയാഴ്ച ജുമാ നിസ്കരിക്കുകയും ആലുവ പള്ളിയിലാണ്. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നിയാസ് ഖാൻ്റെ അനിയൻ, നിസാം, ഉപ്പ, അങ്ങനെ അവരുടെ മാമമാർ എല്ലാവരും ഉണ്ട്. അപ്പോൾ പുറത്തുനിന്ന് അങ്ങനെ അധികം ആൾക്കാർ, ഞാനും കുറച്ച് ആൾക്കാരുണ്ടായുള്ളൂ. അന്ന് അവിടെ നിന്ന് ഇങ്ങനെ ഒരു ഉസ്താദ് ഇങ്ങനെ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കായിരുന്നു. അപ്പോൾ ഞാൻ ഈ അറ്റത്തേക്കുമ്പോൾ അറ്റത്ത് നവാസ്കയുടെ ഇളയമ്മ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ
ഉസ്താദിൻ്റെ ഈ പ്രാർത്ഥനയിലൊക്കെ ഇങ്ങനെ കുടുംബത്തിന് അവൻ്റെ കണ്ണീർ നിന്ന് ഇങ്ങനെ കണ്ണീരിങ്ങനെ വന്നാണ്ട് ഇപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ ചങ്ക് പെടുന്നു. മക്കളെ കാണുമ്പോൾ എനിക്ക് മക്കളെ ഭയങ്കര എനിക്കും ഭയങ്കര കാര്യമാണ്. അത് അവരങ്ങനെ കാര്യം കണ്ടിപ്പോൾ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത്. അപ്പോൾ ഈ കാരണം മക്കളൊന്നും ഒരു പ്രാപ്തിയായിട്ടില്ലല്ലോ. പെട്ടെന്ന് നവാസ്ക കാര്യം ഇവരൊക്കെ അങ്ങനെയാണ് കൊണ്ടുവരുന്നത് മക്കളെയൊക്കെ. അപ്പോൾ അവരുടെ ആ ഒരു പുള്ളിയുടെ ഒരു വിയോഗം ശരിക്കും പറഞ്ഞാൽ നഷ്ടം തന്നെയാണ് മക്കൾക്കും ഭാര്യയ്ക്കും. പിന്നെ ഏറ്റവും വലിയ നഷ്ടം എന്ന് പറയുന്നത് എന്നും ഒരു ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വലിയ നഷ്ടം ഭാര്യയ്ക്കാണ്. കാരണം മക്കൾക്ക് ചിലപ്പോൾ നാളെ ഒരു ജീവിതമൊക്കെ ഉണ്ടെങ്കിൽ അവർ പറന്നു പോകും. പക്ഷെ അപ്പോഴും ഒറ്റപ്പെട്ടു പോകുന്ന ഭാര്യ മാത്രമായിരിക്കും. അപ്പോൾ അത് നികത്താൻ പറ്റില്ലല്ലോ. നഷ്ടങ്ങളാകെ സംഭവിക്കാതെ കിട്ടുമെന്ന് പ്രാർത്ഥിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ നമ്മുടെ ഈ ആദ്യ സിനിമ റിലീസ് ചെയ്യുമ്പോഴേ ഇപ്പം ആകെ നമുക്ക് ഭയങ്കര ഒരു സ്ട്രെസ്സും ടെൻഷനും എല്ലാം ഉണ്ടാവല്ലോ. കാരണം ഫസ്റ്റ് ഫിലിമാണ്. ഉറപ്പല്ലേ? അപ്പം അതൊക്കെ എങ്ങനെയാണ് ഓവർകം ചെയ്തത്? അല്ലെങ്കിൽ അങ്ങനെ സ്ട്രെസ് ഉണ്ടായിരുന്നോ? സ്ട്രെസ് ഉണ്ടായിരുന്നോളൂ. ശരിക്കും പറഞ്ഞാൽ നവാസ്ക മരിക്കണേക്കാൾ ഒരു പ്രാവശ്യം ഞാൻ മരിച്ച ആളാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു സ്ട്രെസ്സും പ്രഷറും ഈ സിനിമ ഒന്ന് റിലീസ് ചെയ്യുക അങ്ങനെ. കാരണം നമ്മളിത് പൂർത്തീകരിച്ചിട്ട് ഇതിങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മളിത് ഇതൊന്ന് ബിസിനസ്സാക്കാൻ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നമ്മളിങ്ങനെ നടക്കാൻ പറ്റത് പലയിടത്തു നിന്നും അവഗണനകളും അങ്ങനെ നിരുത്സാഹപ്പെടുത്തുന്ന സംസാരങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര ടെൻഷനായി. ശരിക്കും പറഞ്ഞാൽ ടെൻഷനായി, ഡിപ്രഷനായിട്ട് നമ്മുടെ ഈ നമുക്ക് ഇങ്ങനെ ഋതം ഉണ്ടല്ലോ, മനുഷ്യൻ്റെ ഹാർട്ടിൻ്റെ ഒരു ഋതമുണ്ട്. ആ ഋതം മാറിപ്പോയി, പാൽപിറ്റേഷനായി. ഞാൻ എനിക്ക് ബോധം കിട്ട് വീണു. അങ്ങനെ പിന്നെ വീട്ടുകാരെ കൂടി അബോധാവസ്ഥയിൽ തന്നെ നേരെ ഹോസ്പിറ്റലിൽ ചെയ്തു. അങ്ങനെ ഹോസ്പിറ്റലൈസ് ചെയ്തു. അങ്ങനെ ഒരു 3 ദിവസം ICUലായിരുന്നു. അപ്പൊ മുമ്പ് ഒരാഴ്ച ഞാൻ മരിച്ച ആളാണ്. അപ്പൊ അതെ അതെ തീർച്ചയായിട്ടും ഞാൻ വിചാരിച്ച അന്ന് ഞാൻ പോയി. കാരണം അത്രക്കും ടെൻഷനും ഇതൊക്കെ ആയിരുന്നു. നമ്മളങ്ങനെ സിനിമ ചെയ്ത് കാരണം ഒരുപാട് പേരായിട്ട് നമ്മളൊരു കമ്മിറ്റ് ചെയ്തേക്കുന്ന കാര്യങ്ങൾ. ആദ്യ സിനിമയാണ്, നമുക്ക് ഇറങ്ങാനുള്ള ആഗ്രഹം പിന്നെ പ്രൊഡക്ഷൻ ചെയ്തേക്കുന്ന ആൾക്കാരുടെ പൈസയുടെ ഒരു വാല്യൂ. കാരണം ഒരാൾ കാശ് മുടക്കി, ഞാൻ എൻ്റെ പൈസ പോലെ തന്നെ കാണുന്ന ഡയറക്ടറാണ്. കാരണം എന്ന് പറഞ്ഞാൽ വേറെ ആളുടെ പൈസയാണ് ഇത് അടിച്ചു പൊളിച്ച് അങ്ങനെ ഒരു പരിപാടി നമ്മൾ സിനിമയിൽ ചെയ്തില്ല. വേണ്ട കാര്യങ്ങൾക്ക് മാത്രമാണ് പൈസ വിനിയോഗിച്ചത്. അപ്പോൾ അങ്ങനെ ചെയ്തൊരു സിനിമയാണ്. അപ്പോൾ ആ സിനിമ ജനങ്ങളിലേക്ക് എത്താനുള്ള ആഗ്രഹവും. അങ്ങനെ ആ സമയത്ത് ഇതുപോലെ ഭയങ്കര ടെൻഷനായിട്ട് ഹോസ്പിറ്റലായി. അങ്ങനെ ആ സമയത്ത് തന്നെ നവാസ്കായും കുടുംബമൊക്കെ വന്നിരുന്നു. നവാസ്കാരനെ വന്ന് ചീത്ത പറഞ്ഞു, എടാ നീ എന്തേ കാണിക്കണേ. കാരണം ഞാനതേ പറഞ്ഞു, നവാസ്കയുടെ ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നവാസ്ക തടിയും, അതായത് പുള്ളി വർക്കൗട്ട് ചെയ്യും, പുള്ളി ഭക്ഷണത്തിൽ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്ന ആളാണ്. എന്നെ വന്ന് കുറേ ഉപദേശിക്കുകയൊക്കെ ചെയ്ത ഒരാളാണ്. പക്ഷെ നവാസ്കാക്ക് ഇങ്ങനെ വന്നു എന്ന് പറയുമ്പോഴാണ് നമുക്കത് താങ്ങാൻ പറ്റാത്തത്. എന്താണ് ശരിക്കും സംഭവിച്ചത്? കാരണം പുള്ളിക്ക് അങ്ങനെ പ്രത്യേകിച്ചൊരു കാരണങ്ങളില്ല അങ്ങനെ ഒരു അസുഖം വരേണ്ട ഒരാളോ. കാരണം പുള്ളി എല്ലാ സ്ഥലത്തും ശ്രദ്ധയുള്ള ആളായിരുന്നു. പക്ഷെ അന്നെന്തോ അങ്ങനെ സംഭവിച്ചു. നമ്മൾ പറയല്ലോ ദൈവത്തിന് ഇഷ്ടമുള്ള ആൾക്കാരെ വേഗം വിളിക്കുന്നുള്ളത്. നമ്മളിപ്പോ ഞാനിരുന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു വരയുണ്ട്, ആ വരക്ക് അപ്പുറത്ത് പോവില്ല. അപ്പൊ ആ വര ആരോഗ്യത്തോടെ കുറെ നീട്ടിക്കിട്ടിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ ഉള്ളൂ. ലൈഫ് എപ്പോഴും അൺപ്രഡിക്റ്റബിൾ ആണ്. എപ്പോഴും എന്താ സംഭവിക്കുക എന്നുള്ളത് ഇപ്പൊ ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മൾ കുറച്ചും കൂടെ അതിനെ കുറിച്ച് അവെയർ ആയിട്ട് ഇരിക്കണത്. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അന്ന് സിനിമയുടെ ഇതിനകത്തൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ സിനിമ നോക്കുകയാണെങ്കിൽ ഇതൊരു പക്ക കൊമേഴ്ഷ്യൽ പടം അല്ല അല്ലേ? പക്ക കൊമേഴ്ഷ്യൽ പടം അല്ല. അപ്പൊ ഇതിന്റെ പ്രൊഡ്യൂസറായിട്ട് കണക്ട് ചെയ്യണത് എങ്ങനെയാണ്? അത് നവാസ്കായാണ് ശരിക്കും പറഞ്ഞാൽ പ്രൊഡ്യൂസറിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. കാരണം ഇങ്ങനെയുള്ള സിനിമകൾ ചെയ്യാൻ സാധിക്കുന്ന പ്രൊഡ്യൂസർമാർ മുമ്പിലേക്ക് തയ്യാറാവാത്ത ഒരു കാലഘട്ടമാണ്. അതെല്ലാവരും 10 രൂപ മുടക്കി കഴിഞ്ഞാൽ 50 രൂപ കിട്ടുമോ അല്ലെങ്കിൽ 100 കിട്ടുമോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഇതിൻ്റെ പ്രൊഡ്യൂസർ, കാരണം അത് നല്ല ചോദ്യം. കാരണം ഈ സിനിമയുടെ പ്രൊഡ്യൂസറെ കുറിച്ച് നന്നായിട്ട് പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ഇക്കാട് വലിയൊരു മനസ്സാണ് ഈ സിനിമ പൂർത്തിയായതും ഇന്നിപ്പോൾ യൂട്യൂബ് റിലീസ് ചെയ്തു വരും. കാരണം സലീം മുതുവമ്മൽ എന്നാണ് പ്രൊഡ്യൂസറിൻ്റെ പേര്. പുള്ളി കൊടുങ്ങല്ലൂർക്കാരനാണെങ്കിൽ പുള്ളി ഒമാനിൽ സെറ്റിൽഡാണ്. 40 വർഷമായിട്ട് ഒമാനിലുണ്ട് സലീക്ക. അപ്പോൾ സലീക്ക അടുത്തിങ്ങനെ കണക്ട് ചെയ്ത് ഈ നവാസ്കാൻ ഇങ്ങനെ നല്ല കഥയുണ്ട്. അപ്പോൾ അത് സലീക്ക അങ്ങനെ പുള്ളി അവിടെ നിന്നിട്ട് പറഞ്ഞു, എന്നെ വിളിച്ചു, അവനത് കുഴപ്പമില്ലടാ, നമുക്കത് ചെയ്യാം, നല്ലതല്ലേ, നിങ്ങളൊക്കെ രക്ഷപ്പെട്ടെ, എനിക്ക് പൈസയല്ല പ്രശ്നം, ആ വിഷയം പറയേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ ആ സിനിമ എല്ലാവരും ജനങ്ങളിലേക്ക് എത്താൻ വേണ്ടി നമുക്കത് സിനിമ ചെയ്യാം. അങ്ങനെയാണ് സലീക്ക അങ്ങനെ പുള്ളിയുടെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞ സിനിമയിലേക്ക് നമ്മൾ ഇറങ്ങുന്നത്. അങ്ങനെ സിനിമ എന്തായാലും ഇങ്ങനെ പൂർത്തീകരിച്ചതും സിനിമ പിന്നെ അത് കഴിഞ്ഞ് ഈ സിനിമ തിയേറ്റർ നല്ല റെസ്പോൺസായിരുന്നു. 2 ആഴ്ച കൂടി തിയേറ്ററുകളുണ്ട്.
സിനിമ റിലീസായ പിന്നെ പക്ഷേ OTT പ്ലാറ്റ്ഫോമിലേക്ക് നോക്കാൻ ഈ ആർട്ടിസ്റ്റ് വാല്യൂ ആണ് എൻ്റെ ഒരു മുഖ്യമായ കാരണം. എപ്പോഴും ഇപ്പോൾ വലിയ ആർട്ടിസ്റ്റുകളുടെ സിനിമ പോലും OTT വന്നിട്ടില്ല. അപ്പോൾ ഇതിങ്ങനെ പെൻഡിങ്ങിൽ ഇരിക്കുകയായിരുന്നു കാരണം ആ ബിസിനസ്സുകളൊന്നും നടന്നിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ് പെട്ടെന്നാണ് നവാസ്കാരുടെ ഒരു വിയോഗം നമ്മൾ ഉണ്ടാവുന്നത്. സലീഖാനെ എന്നെ വിളിച്ചിട്ട് പറയണം മോനെ കാശൊന്നും നോക്കണ്ട, കാരണം അവൻ്റെ പടമല്ലേ, നമ്മളിനി അതിനകത്ത് വേറെ ഒന്നും നോക്കണ്ട, ആ പടം എല്ലാവരും കാണട്ടെ, മോനത് യൂട്യൂബിലിട്ടോ, നീ വേറെ ബിസിനസ് നോക്കണ്ട. കാരണം അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടം വന്നു. കാരണം അദ്ദേഹം ഒരു കാശ് മുടക്കിയതാണ് ഈ സിനിമയ്ക്ക്. അപ്പോൾ അയാൾ ആ കാശിൻ്റെ കാരണം നവാസ്കാരുടെ സ്നേഹവും കൂടിയാണ് നമുക്ക് അതിനകത്ത് നിന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ നവാസ്ക അപ്പോൾ വിയോഗത്തിനൊപ്പം തന്നെ സലീഖയുടെ ഒരു വലിയ മനസ്സിന് എങ്ങനെ കടപ്പാട് തീർക്കണമെന്ന് എനിക്കറിയില്ല. എന്തായാലും അദ്ദേഹത്തിന് വലിയ നന്മകൾ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം നവാസ്ഖാനെ അവസാനമായിട്ട് കണ്ടത് എപ്പോഴാണ്? നവാസ്ഖാനെ ലാസ്റ്റ് മിക്കപ്പോഴും കാണുമായിരുന്നു. ഞങ്ങൾ ഇപ്പോൾ ലാസ്റ്റ് ഒരു പൂവച്ചൽ ഖാദർ എന്ന് പറഞ്ഞൊരു അവാർഡ് നവാസ്ഖാക്ക് കിട്ടിയ ബെസ്റ്റ് ഏറ്റവും നല്ല അതെ അവാർഡ് കിട്ടിയപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഇവിടുന്ന് തിരുവനന്തപുരം ഒരുമിച്ച് ഞങ്ങൾ പാട്ടുപാടി ഒരുമിച്ച് ഞാനും നവാസ്ഖായും പുള്ളിയുടെ ഒരു കസിൻ ബ്രദറായിട്ടൊരാളെ ഡ്രൈവ് ചെയ്തത്. പിന്നെ മാറി ഞങ്ങൾ 3 പേരും മാറി ഡ്രൈവ് ചെയ്യുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോണ വഴിക്ക് ഇതുപോലെ ഒരുപാട് കഥകൾ പറഞ്ഞ് അന്നാണ് മ്യൂസിക് ഡേയുടെ ഒരു പാട്ട് പാടിയിട്ടായിരുന്നു. ഞാനാണത് ഷൂട്ട് ചെയ്തത് വണ്ടിയിൽ നോക്കി. അപ്പോൾ അങ്ങനെ നവാസ്ഖായും ഞാനും പോയി. അന്ന് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയ്ക്കാണ് എൻ്റെ മകളുടെ വിവാഹം വന്നത്. മകളുടെ വിവാഹം? മകളുടെ എത്ര വലിയ മക്കളൊക്കെ ഉണ്ടോ? നമ്മള് കുടുംബത്തോട്ട് ഫുള്ള് സംസാരം എത്തിയിട്ടില്ലായിരുന്നു. എനിക്ക് 3 മക്കളാണ്, 3 പെൺകുട്ടികളാണ്. മൂത്ത ആള് ഡിഗ്രി കഴിഞ്ഞു. അങ്ങനെ വീടിന്റെ അടുത്ത് തന്നെ ഒരു പ്രപ്പോസൽ വന്നു. പയ്യൻ മാൾട്ടയിലാണ്, സമീൻ ഷാ എന്നാണ് പേര്. അപ്പൊ ആ കല്യാണമൊക്കെ ഇതിന്റെ ഇടയിലാണ് ഇങ്ങനെ കഴിഞ്ഞു വന്നത്. അപ്പോൾ ആ കല്യാണത്തിനാണ് നവാസ്ഖായും ഫാമിലി ലാസ്റ്റ് തന്നെ. അന്ന് ലാസ്റ്റ് പോലെ വന്ന് ഹാപ്പി ആയിട്ട് ഞങ്ങൾ പിരിഞ്ഞ് ഹഗ്ഗൊക്കെ ചെയ്ത് പോയത്. കാരണം നവാസ്ഖ ഓൾമോസ്റ്റ് എല്ലാ കുടുംബമായിട്ട് ഒരുപാട് നേരം വന്ന്. കല്യാണത്തിനാണ് ഇക്കാന ലാസ്റ്റ്? അതെ, കല്യാണത്തിനാണ് ലാസ്റ്റ്. കാരണം മോളുടെ കല്യാണം കഴിഞ്ഞിട്ട് 1 മാസമായിട്ടുള്ളൂ. അപ്പോൾ അധികം ദൂരം ആയില്ല. പിന്നെ ഈ പറഞ്ഞ ഇക്കാക്ക് ഈ പ്രകമ്പനത്തിൻ്റെ ഷൂട്ട്, ടിക്കറ്റ് ആക്കുക, അങ്ങനെ കുറേ സിനിമകൾ, കുറേ നല്ല സിനിമകൾ ഇപ്പോൾ വന്നു തുടങ്ങിയായിരുന്നു. ഇപ്പോൾ ഈ സിനിമക്ക് ശേഷം ഒരുപാട് നല്ല സിനിമകൾ, നല്ല ക്യാരക്ടറുകളൊക്കെ വന്നിരുന്നു. ഇപ്പോൾ ഉജ്ജ്വലനിലൊക്കെ നല്ല ക്യാരക്ടർ ചെയ്തല്ലോ, കുറച്ചുള്ളെങ്കിലും നല്ല വേഷമായിരുന്നു. അപ്പോൾ അതുപോലെ വ്യത്യസ്തമായ ക്യാരക്ടറുകൾ ആള് എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ നല്ലൊരു ക്യാരക്ടറിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഇപ്പോൾ സംഭവിച്ചത്. ഒരു നിർഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ മോളുടെ കല്യാണത്തിനാണ് ലാസ്റ്റ് നവാസ്ക വന്ന് പിരിഞ്ഞു പോയത്. അത്രയും വലിയ മോളുള്ളത് സത്യം പറഞ്ഞ പുതിയൊരു അറിവാണ്. കാരണം കണ്ടു കഴിഞ്ഞാൽ അത്രയും വലിയ മക്കളുള്ള പോലെ. അല്ല, എനിക്ക് പ്രായമൊന്നും ആയിട്ടില്ല. കാരണം പുള്ളിയൊക്കെ പ്രായമായപ്പോ കെട്ടിച്ചു കിട്ടുന്നുള്ളൂ. ഇപ്പോഴും എന്താ പറയാ, മമ്മൂക്കേനെ പോലെ. അയ്യോ, അങ്ങനെയൊക്കെ പറയില്ല, നമ്മള് മമ്മൂക്കായൊക്കെ എവിടെ കിടക്കണം. ഇപ്പൊ ഈ സിനിമയിൽ ഉമ്മ അഭിനയിച്ചു എന്ന് പറഞ്ഞല്ലോ. ഇനി വീട്ടിൽ നിന്ന് ആരെങ്കിലും മക്കളോ വൈഫോ ആരെങ്കിലും ഈ പടത്തിലുണ്ടോ അഭിനയിച്ചിട്ടുണ്ടോ? വൈഫ് അതിന്റെ ബാക്കിൽ നിൽക്കുന്നുണ്ട്, പക്ഷെ ഫേസ് കൊടുത്തില്ല. സിനിമയുടെ ബാക്കിൽ ലാസ്റ്റ് സീനില് ഉണ്ട്. നിങ്ങളിങ്ങനെ അയത്തുള്ള ആൾക്കാർ എടുക്കണ്ടെന്ന് പറയുമ്പോൾ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്ന വൈഫാണ്. പക്ഷെ പുള്ളിക്കാരി ഫേസ് ചെയ്യല്ല, അങ്ങനെ അഭിനയിക്കാനൊന്നും ഒട്ടും താല്പര്യം, നിർബന്ധിച്ച് വിളിച്ചു നിർത്തിയതാണ്. പക്ഷെ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കാൻ പറഞ്ഞ പുള്ളിക്കാരി അങ്ങോട്ട് തിരിഞ്ഞു പറ്റാത്ത കാരണം. പിന്നെ രണ്ടാമത്തെ മോള് ഒരു ചെറിയ വേഷമുള്ള ഷോപ്പിൽ ഒരു സാധനം എടുത്തു, അജീഷിന് ഒരു സാധനം, കുട്ടൻക്ക് ഒരു സാധനം എടുത്ത് കൊടുക്കുന്നുണ്ട്. അത് അങ്ങനെ വീട്ടിൽ നിന്ന് അവർ താമസിച്ചിട്ടുണ്ട്. പിന്നെ മൂത്ത മോളാണ് പാട്ട് പാടിയത്. ആ പാട്ടാണ് സിനിമയിൽ ഫസ്റ്റ് ഞങ്ങൾ ടീസർ വിട്ടത്. കൊക്കര കോഴിക്കുഞ്ഞ് എന്ന് പറഞ്ഞു. മൂത്ത മോള് അത്യാവശ്യം പാടും. അപ്പൊ അവളാണ് അതിനകത്ത് ആ പാട്ട് പാടിയേക്കുന്നത്. ഞങ്ങളത് പണ്ടത്തെ ഒരു മൈലാഞ്ചിയിലെ സോങ് അത് റീക്രിയേറ്റ് ചെയ്ത് ഇതിനകത്ത് ആഡ് ചെയ്തിരുന്നു, കൊച്ചിനെ താരാട്ട് പാടുന്നതായിട്ട്. അപ്പൊ ആ പാട്ട് പാടിയത് മൂത്ത മോള്. അതെ, അപ്പുറത്തെ വീട്ടിലെ കൊച്ചിനെ ഉറക്കുമ്പോ പാടുന്ന ആ പാട്ട് ഭയങ്കരമായിട്ട് ഒരുപാട് പേര്. കാരണം അതാണ് സിനിമ ഫസ്റ്റ് ഇറങ്ങി, ഇതിന്റെ ടീസർ ഭയങ്കര വൈറലായിരുന്നു. എന്നും ആൾക്കാരത് ഒരുപാട് പേര് പാടി റീൽസ് ചെയ്യുന്നുണ്ട്. വീട്ടില് ഒരുപാട് പേരുണ്ട്, പാട്ടുകാരും അഭിനയിക്കുന്ന ആൾക്കാരും. മോള് പാട്ട് പഠിച്ചിട്ടുണ്ടോ? മോള് ഒരു 2-3 മാസം പോയി, പിന്നെ പുള്ളിക്കാരി നിർത്തി. വേണ്ടല്ലോ, അത് ഓൾറെഡി ഉണ്ടല്ലോ, പഠിക്കാൻ നല്ല താല്പര്യം. അങ്ങനെ പുള്ളിക്കാരി നിർബന്ധിച്ചാൽ മാത്രമേ പാടുള്ളൂ. അങ്ങനെ ഭയങ്കര പാട്ടുകാരും അവൾക്ക് താല്പര്യം ഇല്ല. ഇതൊരു താരാട്ട് പാട്ട് പോലെ, ഒരു വാവേനെ ഉറക്കണ പാട്ട്. കേട്ടില്ല? ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പുറത്ത് രഹന നോക്കിയിട്ട് കരഞ്ഞ് വിഷമിച്ചിരിക്കുന്ന ആ സമയത്ത് പറഞ്ഞ പാട്ട്. നല്ലൊരു പാട്ടത്, നല്ലൊരു പാട്ടാണ്. അപ്പൊ ഈ ചിത്രത്തിൽ ഇപ്പൊ നിലവിൽ എത്ര അവാർഡ്സുകളാണ് കിട്ടിയിരിക്കുന്നത്? ഈ സിനിമക്ക് നിലവിൽ ഇപ്പോൾ 5 അവാർഡുകൾ കിട്ടി. ഫസ്റ്റ് കിട്ടിയത്
ഫിലിം ക്രിറ്റിക്സ് അവാർഡാണ്. അത് ഈ സിനിമക്കുള്ള മികച്ച സാമൂഹ്യ പ്രതിബദ്ധതക്കുള്ള ഒരു അവാർഡാണ് ഫസ്റ്റ് തന്നെ കിട്ടിയത്. പിന്നെ രണ്ടാമത് പൂവച്ചൽ ഖാദർ അവാർഡ്, അതിനെ വാസ്കാർക്ക് ബെസ്റ്റ് ആക്ടറിനുള്ള സ്പെഷ്യൽ ജൂറി പുരസ്കാരമായിരുന്നു പുള്ളിക്ക്. പിന്നെ നല്ല ബെസ്റ്റ് സംവിധായകൻ, ഒരു നവാഗത സംവിധായകനുള്ള അവാർഡ്. പിന്നെ നല്ല സിനിമ പ്രൊഡക്ഷൻ ചെയ്ത സെലീക ഒരു പ്രൊഡ്യൂസർ എന്നുള്ള, അങ്ങനെ 3 അവാർഡ് പൂവച്ചൽ ഖാദർ കിട്ടി. പിന്നെ ലാസ്റ്റ് കിട്ടിയത് JC ഡാനിയൽ അവാർഡ്. അത് മികച്ച രണ്ടാമത്തെ നടിക്കുള്ള രഹനക്കാണ് ഈ സിനിമക്ക് കിട്ടിയിരുന്നത്. അങ്ങനെ നിലവിൽ 5 അവാർഡുകൾ കിട്ടി ഈ സിനിമക്ക്. നിലവിൽ 5 അവാർഡ്സ് ആയി. അതെ അതെ അതെ. ഇനിയിപ്പോൾ അടുത്ത് നമുക്കൊരു സ്റ്റേറ്റ് അവാർഡ് പ്രതീക്ഷിക്കാം അല്ലേ? തീർച്ചയായിട്ടും വലിയ ആഗ്രഹമാണ്. കാരണം സ്റ്റേറ്റ് അവാർഡ് കിട്ടേണ്ട സിനിമയാണ്. അപ്പോൾ അത് അവർ പരിഗണിച്ച് അത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കണം. കാരണം ഒരുപാട് പേര് പെർഫോം ചെയ്തിട്ടുണ്ട്. അവരൊന്നും പെർഫോമൻസ് അല്ല, അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കഥാപാത്രങ്ങളായിട്ട്. അതിപ്പോൾ നമുക്ക് ആഗ്രഹിക്കാം. കാരണം ജൂറിയുള്ള തിരഞ്ഞെടുക്കണ്ടേ. കാരണം ഒരുപാട് സിനിമകളുണ്ട്, വലിയ വലിയ ആൾക്കാരുണ്ട്, വലിയ വലിയ ആൾക്കാരുടെ സിനിമകളുണ്ട്. അപ്പോൾ അതിൽ മത്സരിച്ച് കിട്ടിയാൽ സ്റ്റേറ്റ് അവാർഡ് കിട്ടട്ടെ. താങ്ക് യു. എന്തായാലും ഇപ്പോൾ ഈ സിനിമക്ക് ഇത്രയും അവാർഡ്സുകളും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്ത പ്രൊജക്ട്സ് എന്താണ്? അടുത്ത പ്രൊജക്റ്റ് വർക്ക് അതിൻ്റെ അണിയറയിലാണ്, എഴുത്ത് കിടന്നുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു സിനിമ. ജോണർ എന്തായിരിക്കും? കോമഡി ആണോ അതോ ഇതേപോലെ എന്തെങ്കിലും? അത് പുറത്ത് വിടാറായി. സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ. അതെ അതെ. സിനിമ വരുമ്പോൾ എല്ലാവരും അതിന്റെ എഴുത്തുപണിയിലാണ് ഇപ്പോൾ. അതെ, എഴുത്തുപണി ഓൾമോസ്റ്റ് കഴിയാറായി. അതിന്റെ ഓരോ കാര്യങ്ങൾ ഉടനെ അനൗൺസ് ചെയ്യും. ഇപ്പൊ ആ സിനിമയിൽ ആ വൈറൽ സോങ് ഉണ്ടല്ലോ, അത് മൈലാഞ്ചി നല്ല പാട്ടെന്ന് എടുത്തൊരു പാട്ടാണ്. അപ്പൊ അത് വീണ്ടും റീക്രിയേറ്റ് ചെയ്യാനുള്ളൊരു കാരണം എന്തായിരുന്നു? അത് ആ പാട്ട് നല്ലൊരു കാരണം ഞാൻ എൻ്റെ മക്കളെയൊക്കെ പാടി ഒരുക്കൊരു പാട്ടാണത്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സിനിമയിൽ ശരിക്കും താരാട്ട് പാട്ടല്ല. കാരണം അത് നല്ല കൊക്കേര കൊക്കേര കോഴി കുഞ്ഞുമാരെ ഭയങ്കര പഞ്ച് ചെയ്ത് പോണ പാട്ടാണ്. പക്ഷെ നമ്മൾ കൊച്ചുങ്ങൾ പാടി ഓർക്കുമ്പോൾ നേരെ തിരിച്ച ഭയങ്കര താരാട്ട് പോലെയാണ് പോണത്. അപ്പൊ ആ ഒരു താരാട്ടിന്റെ ട്യൂണിലാണ് നമ്മൾ അതിനകത്ത് പാടിയത്. ചെറുപ്പത്തിൽ പിള്ളേരെ ഉറക്കണ പാട്ടാണ്. അതെ അതെ അതെ. ഞാൻ മക്കള് ഒക്കെ പാടി ഉറക്കണത്, ഭാര്യ എന്തിനും പണിയിലേക്ക് ആകുമ്പോൾ മക്കൾ ഉറക്കണം നമ്മളായിരിക്കുമല്ലോ. അതെ അതെ അതെ. അപ്പൊ ആ സമയത്ത് പാടിയ പാട്ടുകളാണ് അതൊക്കെ. നമുക്ക് ആ പാട്ടിന്റെ ഒരു 4 വരി ഒന്ന് പാടിയാലോ? ഇപ്പം എന്തായാലും ഒരുപാട് പാട്ടുകൾ കമ്പോസ് ചെയ്തിട്ടുണ്ട്, പാടിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് വലിയ പാട്ടുകാരനൊന്നുമല്ല, എന്നാലും എനിക്കൊരു ആഗ്രഹം ആ 4 വരി ഇക്കാന്റെ സൗണ്ടിൽ നിന്ന് കേൾക്കണം എന്നുള്ളത്. കൊക്കര കൊക്കര കോഴിക്കുഞ്ഞേ ചക്കരമാവിലെ തത്തപ്പെണ്ണേ ഒച്ച വെക്കല്ലേ ഒച്ച വെക്കല്ലേ കൊച്ചിളം ബീവിക്ക് കാതുകുത്ത് ഇന്ന് കൊച്ചിളം ബീവിക്ക് കാതുകുത്ത്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. വാവോ വാവോ എന്നൊക്കെ പറഞ്ഞ ഇത് നല്ലൊരു താരാട്ട് പാട്ട് തന്നെയാണ്. ഇത് കേട്ടിട്ടാണ് മക്കൾ ഇറങ്ങാറില്ലേ? മക്കളെ കേട്ട് ഉറങ്ങി വലുതായി. അതെ അതെ അതെ. എന്നാലും ഒരുപാട് സന്തോഷിക്കാൻ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനും പറ്റി. പിന്നെ ഈ അടുത്ത പ്രൊജക്റ്റുകൾ ഇതേപോലെ ഒരുപാട് അവാർഡ്സുകൾ വാരി കോരി സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടട്ടെ. ഓൾ ദി ബെസ്റ്റ്. എല്ലാ കമ്മിങ് പ്രൊജക്ട്സിനും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. എനിക്ക് ഇതുപോലൊരു അവസരം തന്നതിന്, എന്നോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ച് മറുപടി പറഞ്ഞതിലേക്ക് തൃപ്തരാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും എന്നെ കാണുന്ന പ്രേക്ഷകർ ഒരു പക്ഷേ ചോദിക്കാം, ഇതാരടാ ഇവൻ? കാരണം ഇന്നത്തെ മീഡിയകളിലൊക്കെ വന്ന ഏറ്റവും വലിയൊരു ചോദ്യമാണല്ലോ. എന്നെ വലിയ പരിചയമൊന്നും ഉണ്ടാവില്ല. ഞാൻ ഇഴ എന്ന് പറയുന്ന ഒരു സിനിമ ഡയറക്റ്റ് ചെയ്ത ആളാണ്. അപ്പോൾ ഞാനിങ്ങനെ ഒരു നവാഗതനാണ്. ഇനിയിപ്പോൾ നിങ്ങളിലേക്കൊക്കെ എത്തപ്പെടാൻ വേണ്ടി ഒരുപാട്, അത് പ്രവാസി ആയിരുന്നു അല്ല. അപ്പോൾ ഇനി ഒരുപാട് പ്രൊജക്റ്റുകളായിട്ട് ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. വലിയ വലിയ സിനിമകളൊക്കെ ചെയ്ത് മുമ്പിലേക്ക് എത്തണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയും എനിക്കുണ്ടാവണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ഒരു കാര്യമാണ് ഞാൻ പറയാൻ മറന്നുപോയി. കാരണം ഈ സിനിമ ഇഴ എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ നിലവിൽ യൂട്യൂബിൽ റിലീസായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഓഡിയൻസിനോട് പറയാനുള്ളത്, ഇതൊരു കൊച്ചു സിനിമയാണ്. ഒരുപാട് നന്മകൾ ഞങ്ങളതിനകത്ത് പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സിനിമ നിങ്ങൾ യൂട്യൂബിൽ വന്ന് എല്ലാവരും കാണണം. നിങ്ങളുടെ ഒരു വിലപ്പെട്ട അഭിപ്രായങ്ങൾ അതിനകത്ത് രേഖപ്പെടുത്തണം. കാരണം അതാണ് ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു പ്രചോദനവും ഒരു അംഗീകാരമൊക്കെ. കാരണം ഇനി നമുക്കതുകൊണ്ട് ഇനി ഫിനാൻഷ്യലി ഒന്നും വലിയൊരു ബെനിഫിറ്റ് നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ
നിങ്ങൾ ഞങ്ങൾക്ക് തരുന്ന സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ആ സിനിമ വിജയിപ്പിക്കുക എന്നുള്ളതാണ്. കാരണം ആ സിനിമയ്ക്ക് തരുന്ന ഏറ്റവും വലിയൊരു സപ്പോർട്ട് അതാണ്. അപ്പോൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഞാൻ എല്ലാവരും റിക്വസ്റ്റ് ചെയ്യണം, നിങ്ങളെല്ലാവരും യൂട്യൂബിൽ തന്നെ ഈ സിനിമ കാണണം. ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതെല്ലാവരും നിങ്ങളുടെ സുഹൃത്തും കൂടി ഒന്ന് അറിയിക്കണം, ഒന്ന് ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അതിനെക്കുറിച്ച് ഒന്നൊരു വിവരണമൊക്കെ നൽകി ഒന്ന് എല്ലാവരെയൊക്കെ ഒന്ന് അറിയിക്കുക, ഞങ്ങളെ അറിയിക്കുക. അതൊന്ന് ചെയ്യണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യണം. തീർച്ചയായും. താങ്ക് യു. നന്ദി.